പീഡാനുഭവം സ്മരിക്കുകയും ഉത്ഥാനത്തെ പറ്റി ധ്യാനിക്കുകയും ചെയ്യാം. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രിയപുത്രൻ മർത്യമായ ശരീരവും അമർത്യവും ധൈഷണികവുമായ ആത്മാവും സ്വീകരിച്ച് മനുഷ്യനായി അവിടുന്ന് ജീവിതായകമായ നിയമങ്ങളും വിശുദ്ധമായ കൽപ്പനകളും വഴി നമ്മെ തെറ്റിൽ നിന്ന് അകറ്റി സത്യത്തിന്റെ അറിവിലേക്ക് നയിച്ചു. മനുഷ്യവംശത്തിന്റെ ആദ്യഫലമായ അവിടുന്ന് നമുക്ക് വേണ്ടിയുള്ള തന്റെ പരിത്രാണ പ്രവർത്തനങ്ങളുടെ അന്ത്യത്തിൽ പീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. ഈ കൃപ നാം അനുസ്മരിക്കാൻ വേണ്ടി അവിടുന്ന് വിശുദ്ധ രഹസ്യങ്ങൾ നമുക്ക് നൽകി. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളുക. സ്നേഹിതരെ, നമ്മുടെ കുർബാനയിലെ ഈ പ്രാർത്ഥന ഇവിടെ നിന്നാണെന്ന് ഇതിനോടകം കുർബാനയെ കുറിച്ച് ആരാധിച്ച് മനസ്സിലാക്കിയ നിങ്ങൾക്കറിയാം. നമ്മുടെ കുർബാനയിലെ അനുതാപ മുമ്പുള്ള പാരദൂഷയുടെ ആദ്യത്തെ ശംശാനയുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോട് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നമുക്ക് കുർബാന അർപ്പിക്കുന്ന വ്യക്തികളായി മാറാൻ സാധിക്കുന്നത്? നമ്മൾ കുർബാന കാണാൻ പോകുന്നവരല്ല, നമ്മൾ പുരോഹിതനോട് ചേർന്ന് കുർബാന അർപ്പിക്കുന്നവരാണ്. പുരോഹിതൻ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ പുരോഹിതനോട് കൂടെ കുർബാന അർപ്പിക്കുക. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഒരേ ദിശയിലേക്ക് കിഴക്കോട് തിരിഞ്ഞെന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ നമ്മളെല്ലാവരും കുർബാന അർപ്പിക്കുന്നവരാണ്. പുരോഹിതൻ അതിന് നമ്മളെ സഹായിക്കുന്നു, നമ്മളെ നയിക്കുന്നു എന്നതാണ്. അപ്പൊ എങ്ങനെ നമുക്കും ഈ പുരോഹിതനോട് ചേർന്ന് ഈ പരിശുദ്ധ കുർബാന എങ്ങനെ അർപ്പിക്കാം? അതിന്റെ ഒരു സജീവമായ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ, അത് മിശിഹായുടെ രഹസ്യത്തിലുള്ള മിശിഹാ സംഭവങ്ങളിലുള്ള രക്ഷാകര സംഭവങ്ങളിലുള്ള നമ്മുടെ വ്യക്തിപരമായ ആത്മീയ പങ്കാളിത്തത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെല്ലാം തിയോളജിയൊക്കെ, കുർബാനയുടെ തിയോളജിയൊക്കെ ഇതിനോടകം പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു കുർബാനയുടെ ഒരു ആത്മീയത സ്വന്തമായി വ്യക്തിപരമായി കുർബാനയെ അർപ്പിക്കുന്ന വ്യക്തികളായി നമുക്ക് എങ്ങനെ മാറാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഈ വായിച്ചു കേട്ട ഈ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രക്ഷകന് അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ വിശദീകരണമാണ് ഈ ശരീര രക്ത രഹസ്യങ്ങൾ എന്താണ് എന്ന് ശംശാന വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് നിർമ്മല ഹൃദയത്തോടും സത്യവിശ്വാസത്തോടും കൂടെ അവിടുത്തെ പീഠാനുഭവം സ്മരിക്കുകയും ഉത്ഥാനത്തെ പറ്റി ധ്യാനിക്കുകയും ചെയ്യാം. എന്നാൽ ഈ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പീഠാനുഭവത്തിന്റെ രഹസ്യങ്ങളാണ്, അവിടുത്തെ ഉത്ഥാനത്തിന്റെ രഹസ്യങ്ങളാണ് എന്ന് ശംശാന നമ്മെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് വീണ്ടും അതിന്റെ വിശദീകരണത്തിലേക്ക് ശംശാന നമ്മെ നയിക്കുകയാണ്. എന്നാൽ രക്ഷാകര പദ്ധതിയെ കുറിച്ചാണ് ശംശാന നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രിയപുത്രൻ മർത്യമായ ശരീരവും അമർത്യവും ഭൗഷികവുമായ ആത്മാവും സ്വീകരിച്ച മനുഷ്യനായി, അതായത് ഈശോയുടെ മനുഷ്യാവതാരത്തെ കുറിച്ചാണ്, ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തെ കുറിച്ചാണ് ശംശാന ഓർമ്മിപ്പിക്കുന്നത്. പിന്നീട് പറയുന്നത്, അവിടെ നിന്ന് ജീവദായകമായ നിയമങ്ങളും വിശുദ്ധമായ കൽപ്പനകളും വഴി നമ്മെ തെറ്റിൽ നിന്ന് അകറ്റി സത്യത്തിന്റെ അറിവിലേക്ക് നയിച്ചു. ഈശോയുടെ പരസ്യ ജീവിതത്തെ കുറിച്ച് വചന പ്രഘോഷണം നടത്തിക്കൊണ്ട് അവിടെ നടത്തിയ പരസ്യ ജീവിതത്തെ കുറിച്ചാണ് ശംശാന ഓർമ്മിപ്പിക്കുന്നത്. പിന്നീട് പറയാണ്, മനുഷ്യവംശത്തിന്റെ ആദിഫലമായ അവിടുന്ന് നമുക്ക് വേണ്ടിയുള്ള തന്റെ പരിത്രാണ പ്രവർത്തനങ്ങളുടെ അന്ത്യത്തിൽ പീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. ഈശോയുടെ പീഠാനുഭവം, മരണം, സംസ്കാരം, ഉത്ഥാനം, സ്വർഗാരോഹണം എന്നീ രഹസ്യങ്ങളെ കുറിച്ചാണ് ശംശാനമെ ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ട് ഈ രക്ഷാകര സംഭവങ്ങൾ, മിശിഹാ രഹസ്യങ്ങൾ അല്ലെങ്കിൽ പെസഹ രഹസ്യങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ശംശാന പറയുകയാണ്, ഈ പെസഹ സംഭവങ്ങൾ, മിശിഹാ രഹസ്യങ്ങൾ, രക്ഷാകര രഹസ്യങ്ങൾ, ഈ കൃപ നാം അനുസ്മരിക്കുവാൻ വേണ്ടി
അവിടുന്ന് വിശുദ്ധ രഹസ്യങ്ങൾ നമുക്ക് നൽകിയ. അതായത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോയുടെ മനുഷ്യാവതാരം, ഈശോയുടെ രഹസ്യ ജീവിതം, പരസ്യ ജീവിതം, അവിടുത്തെ പീഡാനുഭവം, അവിടുത്തെ മരണം, സംസ്കാരം, ഉത്ഥാനം, സ്വർഗാരോഹണം, അതിന് തന്നെ തുടർച്ചയായ പരിശുദ്ധാത്മാവിന്റെ ആഗമനം, ആ പരിശുദ്ധാത്മാവിലൂടെ സഭയിൽ അവിടുന്ന് ഈശോമിശിഹ തന്നെ പ്രവർത്തിക്കുന്നു. അവസാനം അവിടുത്തെ രണ്ടാമത്തെ ആഗമനം, നമ്മുടെ സ്വർഗീയ ജീവിതം. ഇങ്ങനെയുള്ള ആ രക്ഷാകര സംഭവങ്ങളെ നമ്മൾ അനുസ്മരിക്കുവാൻ വേണ്ടിയാണ് ഈ വിശുദ്ധ രഹസ്യങ്ങൾ, വിശുദ്ധ കുർബാനയിലാകുന്ന മഹാരഹസ്യത്തെ അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവൻ എന്ന് കർത്താവ് ഈ അന്ത്യത്താഴത്തിന്റെ സമയത്ത് പറഞ്ഞത് ഈ അവിടുത്തെ അന്ത്യ അത്താഴത്തിന്റെ മാത്രം ഓർമ്മയല്ല, അന്ത്യത്താഴത്തിന്റെ മാത്രം ഓർമ്മ കൊണ്ടാടാൻ വേണ്ടിയല്ല. ഈ രഹസ്യങ്ങൾ, അതായത് അവിടുത്തെ ഒന്നാമത്തെ ആഗമനം മുതൽ അവിടുത്തെ രണ്ടാമത്തെ ആഗമനം വരെയുള്ള ആ വലിയ രക്ഷാകര സംഭവങ്ങളെ മുഴുവനും അനുസ്മരിക്കുവാൻ വേണ്ടി. ഇത് എന്തിനു വേണ്ടിയാണ് അനുസ്മരിക്കുന്നത്? ഓർക്കുക മാത്രമേ. ഇത് രക്ഷാകരമായ ഓർമ്മയാണ്. ഈ കൃപ നാം അനുസ്മരിക്കുന്നത്, കൃപ നമുക്ക് ലഭിക്കുകയാണ്, അനുഗ്രഹം ലഭിക്കുകയാണ്, അത് നിത്യജീവൻ നമുക്ക് ലഭിക്കുകയാണ്, സ്വർഗം നമുക്ക് ലഭിക്കുകയാണ്. നമ്മൾ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി, അതായത് സ്വർഗം ലഭിക്കാൻ വേണ്ടിയാണ് ഈ മഹാരഹസ്യത്തെ, വിശുദ്ധ കുർബാനയാവുന്ന മഹാരഹസ്യത്തെ അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ശവസാനം ഓർമ്മിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ രക്ഷ നമ്മൾ സ്വന്തമാക്കാൻ സാധിക്കുന്നത്? അത് ഈ നമ്മൾ വിശുദ്ധ രഹസ്യത്തിലുള്ള ആത്മീയമായ പങ്കാളിത്തത്തിലൂടെയാണ് ഈ രക്ഷ, ഈ സ്വർഗം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ഈ വിശുദ്ധ കുർബാനയെ കുറിച്ച്, വിശുദ്ധ കുർബാന എന്നാൽ എന്തേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ വിശുദ്ധ കുർബാനയിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഞാനതൊരു നിങ്ങളെ കുർബാന പുസ്തകം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനൊരു പ്രാർത്ഥന ചെല്ലാം, ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോമിശിഹായുടെ പീഠാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഒരു പ്രാർത്ഥന. നാലാം പ്രണാമജപം. നാലാം ഗഹന, കറക്റ്റ്. നാലാം ഗഹനയുടെ അവസാനത്തെ ഭാഗമാണ്. അത് വിശുദ്ധ കുർബാനയെ കുറിച്ച്, വിശുദ്ധ കുർബാന എന്നാൽ എന്ത് എന്നതിന് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഡെഫിനിഷൻ കുർബാന തന്നെ നമുക്ക് തരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാന എന്നാൽ അതിന്റെ എന്നതിന് ഉത്തരമാണ് ഈശോയുടെ ഈ രക്ഷാരഹസ്യങ്ങളെ, പ്രത്യേകിച്ചുള്ളത് പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും രഹസ്യങ്ങളെ. അത് മാത്രമല്ല, അതിന്റെ മുൻപോട്ടും പുറകോട്ടുമുള്ള രക്ഷാകര സംഭവങ്ങളെ മുഴുവനും നമ്മൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നതാണ് വിശുദ്ധ കുർബാന. 3 ക്രിയകളാണ് അതിനകത്തുള്ളത്, 3 ക്രിയകൾ. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ക്രിയ സ്മരിക്കുക, 2 സ്തുതിക്കുന്നു, 3 അനുഷ്ഠിക്കുന്നു. സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. സ്മരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്മരണ എന്ന് വെച്ചാൽ ഓർക്കുകയാണ്, അല്ലെ? ഓർക്കുകയാണ്, ഓർക്കുക. അതായത് ഈശോയുടെ ഈ രക്ഷാകര സംഭവങ്ങളെ, അല്ലെങ്കിൽ പെസഹ സംഭവങ്ങളെ, പെസഹ രഹസ്യങ്ങളെ നമ്മൾ സ്മരിക്കുകയാണ്, ഓർക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളിൽ ഈശോയുടെ ഓരോ രക്ഷാകരവും, വിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗത്തും ക്രമാനുഗതമായി ഈ വിശിഹ സംഭവങ്ങളെ, രക്ഷാകര സംഭവങ്ങളെ, പെസഹ രഹസ്യങ്ങളെ ഓർക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഓർക്കുക. രണ്ടാമത്തെ കുറിച്ച് ഞാൻ വിശദീകരിക്കാം. രണ്ടാമത്തേന്ന് വെച്ചാൽ സ്മരിക്കുകയും, 2 സ്തുതിക്കുക. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നന്ദി പറയുക, അല്ലെ? കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന എന്നാണല്ലോ നമ്മുടെ കുർബാനയുടെ
എന്താ അർത്ഥത്തിൽ പറയുന്നത്? കൃതജ്ഞതാസ്തോത്രം. ദൈവത്തിന് നന്ദി പറയുക. എന്താണ് ഈ രക്ഷാകര സംഭവങ്ങളെയൊക്കെ ഓർത്തിട്ട് ആ രക്ഷാകര സംഭവങ്ങളിലൂടെ നമുക്ക് ലഭിച്ച വലിയ കൃപകളെ ഓർത്ത് വിശിഷ്ട രക്ഷയെ പ്രതി ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും നന്ദിയും അർപ്പിക്കുകയാണ്. അതാണ് സ്തുതിക്കുക എന്ന ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദൈവത്തെ സ്തുതിക്കുകയാണ്. കുർബാനയിൽ ഓരോ രക്ഷാകര സംഭവങ്ങളെയും ക്രമാനുഗതമായി ഓർത്തുകൊണ്ട് ആ രക്ഷാകര സംഭവങ്ങളിലൂടെ നമുക്ക് ലഭിച്ച വലിയ കൃപകളെയും അനുഗ്രഹങ്ങളെയും ഒക്കെ എഴുതി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ്. പിതാവിനെ സ്തുതിക്കുകയാണ്, രക്ഷകനായ ഈശോയെ സ്തുതിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുകയാണ്. മൂന്നാമത്തത് അനുഷ്ഠിക്കുക എന്ന വാക്കാണ്. അനുഷ്ഠിക്കുക. അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അനുഷ്ഠാനം, അനുഷ്ഠിക്കുക, ചെയ്യുക, അല്ലെ? പ്രവൃത്തി ചെയ്യുക. ചെയ്യുക എന്ന് വെച്ചാൽ അതായത് അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും സഹായത്തോടുകൂടെ ഈ രക്ഷാകര സംഭവങ്ങളെ നമ്മൾ പുനരവതരിപ്പിക്കുക, അത് അനുഷ്ഠിക്കുക. കുർബാനയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗത്ത് ഓരോ വിശുദ്ധ സംഭവങ്ങളെയും നമ്മൾ റീഇനാക്ട് വീണ്ടും പുനരവതരിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ആ രക്ഷാകര സംഭവങ്ങൾ നമ്മൾ ഉച്ചേരുകയാണ്, പങ്കുചേരുകയാണ്. അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും സഹായത്തോടെ നമ്മളത് അനുഷ്ഠിക്കുകയാണ്. ഈ അനുഷ്ഠാനമാണ് ഒരുപക്ഷെ ഈ അനുഷ്ഠാനമാണ് നമ്മളെ ആ ഓർമ്മയിലേക്ക് നയിക്കുന്നത്. അതായത് ഈശോയുടെ മാമോദീസായെ കുറിച്ച് നമ്മൾ അനുഷ്ഠിക്കുന്നത് എങ്ങനെയാണ്? ഈശോയുടെ മാമോദീസായ നമ്മൾ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും സഹായത്തോടെ അനുഷ്ഠിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഈശോയുടെ മാമോദീസാവയുടെ സ്വർഗം തുറന്നു, അല്ലെ? ആ സ്വർഗം തുറക്കുന്ന അനുഷ്ഠാനം നമ്മുടെ കുർബാനയിൽ സ്വർഗത്തിന്റെ പ്രതീകമായ മധുബഹായുടെ വിധി തുറക്കുക. വിധി തുറക്കുമ്പോൾ നമ്മുടെ അത് അനുഷ്ഠിക്കുകയാണ്. ഈശോയുടെ മാമോദീസായ സ്വർഗം തുറന്നു നമ്മുടെ മനസ്സിലേക്ക് അതിന്റെ സ്മരണ വരും. നമ്മളത് സ്മരിക്കും. സ്മരിക്കുന്നതിന് ശേഷം അതിന് നമ്മൾ നന്ദി പറയാം. ഈശോയുടെ മാമോദീസായുടെ നമുക്ക് കരകരമായ രക്ഷയോർത്ത് നന്ദി പറയാം. അപ്പൊ സ്നേഹമുള്ളവരെ, ഇത് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഈ കുർബാനയിൽ ഉടനീളം ഇതാണ് നമ്മൾ ചെയ്യുന്നത്. സ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. സ്നേഹമുള്ളവരെ, ഇതിനാണ് കുർബാനയിൽ സജീവമായി പങ്കെടുക്കുക എന്ന് പറഞ്ഞ അർത്ഥത. അതായത് കുർബാനയിലെ ഓരോ കർമ്മങ്ങളുടെയും സമയത്തും ഓരോ പ്രാർത്ഥനയുടെ സമയത്തും കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ഭാഗത്ത് ഓരോ സ്ഥലത്തും നമ്മൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന വിശിഷ്ട സംഭവങ്ങളെ, രഹസ്യങ്ങളെ, രക്ഷാകര സംഭവങ്ങളെ കുർബാനയുടെ ആ സമയത്ത് നമ്മൾ സ്മരിക്കും, സ്തുതിക്കും, അനുഷ്ഠിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുന്നത്, അല്ലെ? നമുക്ക് വലിയ അർപ്പിക്കുന്നവരായി മാറുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആരാധനക്രമത്തിലെ വ്യക്തിഗത പങ്കാളിത്തത്തിന്റെ ആവശ്യത്തെക്കുറിച്ച്, ആരാധനക്രമത്തെ കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ സക്രോസാന്തം കോൺസീലിയം നമ്പർ 11 പ്രകാരം പറയുന്നുണ്ട്. 11 ആരാധനക്രമത്തിൽ നിന്ന് സമഗ്ര ഫലദായകത്വം ലഭിക്കാൻ വേണ്ടി വിശ്വാസികൾ ശരിയായ മനോഭാവത്തോടുകൂടി വിശുദ്ധ ആരാധനക്രമങ്ങളെ സമീപിക്കേണ്ടത് ആവശ്യമാണ്. മനസ്സിനെ അവയുടെ സ്വരത്തോട് അനുരൂപപ്പെടുത്തുകയും സ്വർഗീയ കൃപാവരങ്ങൾ ശൂന്യതയിൽ നിഷ്ഫലമാകാതിരിക്കാൻ അവയോട് സഹകരിക്കുകയും. അതായത് ഈ ആരാധനക്രമത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾ അതിൽ നിന്ന് ഫലം ലഭിക്കണമെങ്കിൽ ശരിയായ മനോഭാവത്തോടുകൂടി അതിൽ സംബന്ധിക്കണം. ശരിയായ മനോഭാവത്തോടുകൂടി അതിൽ സംബന്ധിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തിന്റെ പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. ഇപ്പൊ പള്ളിയിലേക്ക് വന്നത് പള്ളി, അതിൽ ഓരോ സ്ഥലത്തിനും പ്രതീകമായ അർത്ഥം നമുക്കറിയാം. ഹൈക്കൽ അതിന്റെ പ്രതീകമാണെന്നും അത് ഭൂമിയുടെ പ്രതീകമാണ്. ഹൈക്കയുടെ മധ്യത്തിലുള്ള വേമ അത് ഭൗമിക ജെറൂസലേമിന്റെ പ്രതീകമാണ്. വേമയുടെ പീഠം അത് ഗാർമെന്റ്മാരുടെ പ്രതീകമാണ്. എസ്ട്രോമ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ഗോവണിയുടെ സ്കാർത്തോന സ്വർഗത്തിലേക്കുള്ള ഗോവണിയുടെ പ്രതീകമാണ്. കസ്ട്രോമ എന്ന് പറയുന്നത് വർഗീസാട് അല്ലെങ്കിൽ രണ്ടാം സ്വർഗത്തിന്റെ മനാഹാമാരുടെ സ്ഥലത്തിന്റെ പ്രതീകമാണ്. കൺകെ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ പ്രതീകമാണ്. അതുക ബലിപീഠം, സ്വർഗീയ സിംഹാസനത്തിന്റെ പ്രതീകം. ഇങ്ങനെ ഓരോന്നിനും നമുക്ക് ലിറ്ററിക്കൽ പേഴ്സൺസ്, വ്യക്തികൾ, ധാർമ്മികർ ആരുടെ പ്രതീകമാണ്, ശുശ്രൂഷികൾ ആരുടെ പ്രതീകമാണ്, ദൈവജനം ആരുടെ പ്രതീകമാണ്, ഗായകസംഘമാരുടെ പ്രതീകമാണ്. ഈ പ്രതീകാത്മകമായ അർത്ഥം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഓരോ കർമ്മങ്ങളുടെയും അർത്ഥം പ്രതീകാത്മകമായ അർത്ഥം.
കർമ്മങ്ങളുടെയൊക്കെ ഈ വിശുദ്ധ കുർബാനയിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കർമ്മങ്ങളുടെയും പ്രതീകാത്മകമായ അർത്ഥം മനസ്സിലാക്കി ആ മനോഭാവത്തോടെ, ശരിയായ മനോഭാവത്തോടെ നമ്മളതിൽ പങ്കെടുക്കുമ്പോഴാണ് സമഗ്ര ഫലദായകത്വം നമുക്ക് ലഭിക്കുന്നത്. അതായത് കുർബാനയുടെ ഫലം നമ്മൾ കാണികളായിട്ട് വിശുദ്ധരായ പ്രേക്ഷകരായിട്ട് നിന്നാൽ നമുക്ക് ഈ കുർബാനയുടെ ഫലം നമുക്ക് ലഭിക്കില്ല. വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നാൽ മനസ്സുണ്ട്. പക്ഷെ നമ്മൾ വെറുതെ ഇങ്ങനെ വന്ന് നമ്മൾ എല്ലാ ദിവസവും ചെല്ലുന്ന പ്രാർത്ഥന ഇങ്ങനെ ചുമ്മാതെ നിശബ്ദരായി വെറും കാഴ്ചക്കാര് മാത്രമായി നിന്നാൽ അതിന്റെ ഫലദായകത്വം ലഭിക്കുകയില്ലാത്തതാണ് ആരാധനാക്രമം കോൺസ്റ്റിറ്റ്യൂഷൻ 15 പറയുന്നത്. മറിച്ച് ശരിയായ മനോഭാവത്തോടെ നമ്മളതിൽ പങ്കുചേരുകയും ആ സ്വർഗീയ കൃപാവരങ്ങൾ നഷ്ടമാകാതിരിക്കുവാനായിട്ട് അവയോട് നമ്മൾ വ്യക്തിപരമായി സഹകരിക്കുന്നു. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും മംഗളവുമായ വിശ്വാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ആഘോഷത്തിൽ നമ്മൾ വ്യക്തിപരമായി പങ്കെടുക്കണം. നമ്മുടെ മനസ്സറിവോടെ പങ്കെടുക്കണം. കാരണം ശിവസാറിന്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹൃദയ അഖരങ്ങൾ നിങ്ങൾ കൊണ്ട് കുറെ പ്രാർത്ഥനയ്ക്ക് ഒരുമിട്ടാ പോലെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശംസാന അതിനാണ് സജീവ ഭാഗഭാഗിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരാധനക്രമത്തിലെ ഈ സജീവ ഭാഗഭാഗത്തെ കുറിച്ചും 2ാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരാധനക്രമത്തെ കുറിച്ചുള്ള ആ കോൺസ്റ്റിറ്റ്യൂഷൻ 14ാമത്തെ പാരഗ്രാഫിൽ വിശുദ്ധ കുർബാനയിലെ സജീവ ഭാഗഭാഗത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: എല്ലാ വിശ്വാസികളെയും ആരാധനക്രമ ആഘോഷത്തിലെ ബോധപൂർവവും സജീവവുമായ ഭാഗഭാഗത്തിലേക്ക് ആനയിക്കുവാൻ സഭാമാതാവ് തീവ്രമായ അഭിലഷിക്കുന്നു. സഭാമാതാവിന്റെ ഏറ്റവും വലിയൊരു അഭിലാഷം എന്ന് വെച്ചാൽ എല്ലാ വിശ്വാസികളും ഈ ആരാധനക്രമ ആഘോഷത്തിൽ ബോധപൂർവവും സജീവവുമായി പങ്കുവരും. ബോധപൂർവവും സജീവവുമായ പങ്കാളിത്തത്തിലേക്ക് വരണമെന്ന് സഭാമാതാവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ ആരാധനക്രമത്തിൽ എല്ലാവരും സമ്പൂർണമായും സജീവമായും പങ്കെടുക്കുക എന്നതാണ് ആരാധനക്രമ നവീകരണത്തിനും പരിപോഷണത്തിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ആരാധനക്രമം നവീകരിക്കുമ്പോഴോ ആരാധനക്രമം പരിപോഷിക്കപ്പെടുമ്പോഴോ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവരും, എല്ലാ വിശ്വാസികളും സമ്പൂർണമായും സജീവമായും ആരാധനക്രമത്തിൽ പങ്കെടുക്കാൻ ഉതകും വിധം വേണം ഈ ആരാധനക്രമത്തെ നവീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യരുത്. കാരണം വിശ്വാസികൾ ശരിയായ ക്രൈസ്തവ ചൈതന്യം പാനം ചെയ്യുന്ന പ്രഥമവും ആവശ്യവുമായ ഉറവിടമാണത്. അതുകൊണ്ട് എല്ലാ അജപാലന പ്രവർത്തനങ്ങളിലും യുക്തമായ ക്രമവൽക്കരണം വഴി ആത്മാക്കളുടെ ഇടയന്മാർ ബോധപൂർവം ഇതിൽ ശുഷ്കാന്തി കാട്ടേണ്ടതാണ്. ഇത് നേടുന്നതിന് ആദ്യമായി ആത്മാക്കളുടെ ഇടയന്മാർ ആരാധനക്രമത്തിന്റെ ചൈതന്യത്താലും ശക്തിയാലും ആന്തരികമായി സാന്ദ്രീകരിക്കപ്പെടുകയും അവയിൽ പ്രവീണരാകുകയും ചെയ്യണം. അതായത് ഇത് ആളുകളെ ഈ ശരിയായ ഒരു ആരാധനക്രമ നവീകരണവും പരിപോഷണവും നടത്തണമെങ്കിൽ ആദ്യമായി ആളുകളുടെ ഇടയന്മാർ ഇതിനെ കുറിച്ച് ആരാധനക്രമത്തിന്റെ യഥാർത്ഥ ശക്തിയാലും ചൈതന്യത്താലും ആന്തരികമായി നവീകരിക്കപ്പെടണം എന്നവരാണ്. അതായത് സഭ ആഗ്രഹിക്കുന്നത് ബോധപൂർവം എല്ലാ വിശ്വാസികളും ഈ ആരാധനക്രമത്തിൽ വിശിഷ്യ പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കണമെന്നാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ സജീവമായി പങ്കെടുക്കുന്നത് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. എന്തുകൊണ്ടാണ് ഈ സജീവമായി പങ്കെടുക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ്? അതാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന പ്രാർത്ഥന, സംസാരയുടെ പ്രാർത്ഥന ആരംഭിച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈശോയുടെ മനുഷ്യാവതാരം മുതൽ 2ാമത്തെ ആഗമനം വരെയുള്ള രക്ഷാകരമില്ല. നമ്മുടെ രക്ഷ നമ്മൾ വ്യക്തിപരമായി സ്വന്തമാക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ തന്റെ പെസഹ സംഭവങ്ങളിലൂടെ അല്ലെങ്കിൽ രക്ഷാകര സംഭവങ്ങളിലൂടെ നമുക്ക് എല്ലാവരും രക്ഷ പ്രദാനം ചെയ്തിട്ടുണ്ട്. രക്ഷ നമുക്ക് എല്ലാവരും, അതായത് ആദ്യം മുതൽ ലോകാവസാനത്തെ അവസാന വ്യക്തി വരെ നേടേണ്ട രക്ഷ, സ്വർഗം ഈശോ നേടി തന്നിട്ടുണ്ട്. ഓൾറെഡി ദൈവം നമ്മെ രക്ഷിച്ചിട്ടുണ്ട്, ഈശോ നമ്മെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ രക്ഷ നമ്മള് വ്യക്തിപരമായി സ്വന്തമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഒരു കേബിളിൽ
നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കണം. ഓരോരുത്തർക്കും എല്ലാവർക്കും നല്ല ഭക്ഷണങ്ങൾ എഴുതി വെച്ച് റെഡിയാക്കി വെച്ചേക്കണം. ഇന്ന് നോമ്പുകാരൊക്കെ ആരംഭിച്ചു എങ്കിലും നമ്മുടെ നല്ല പിടിമന്തിയും നല്ല ചിക്കനും നല്ല പൊറോട്ടയും ബീഫും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ, നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, പിന്നെ നമ്മുടെ ശരീരത്തിനും എല്ലാം പ്രയോജനം ചെയ്യുന്ന ഭക്ഷണം ഇങ്ങനെ നല്ല സൂപ്പർ ഭക്ഷണം റെഡിയാക്കി എല്ലാം വെച്ചിരിക്കുക. നമ്മൾ അതിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്, നിന്ന് അതിന്റെ മണം ആസ്വദിക്കുന്നുണ്ട്, നമ്മുടെ വായിൽ കൊതിയൊക്കെ വരുന്നുണ്ട്, വെള്ളമൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭക്ഷണം ഒരുക്കി വെച്ചതിന്റെ ഫലം നമുക്കുണ്ടാവുമോ? ഇത് കണ്ടുകൊണ്ട് ഇതുവരെ നിശബ്ദരായി പ്രേക്ഷകരായി ഇങ്ങനെ നിന്നാൽ നമുക്ക് അതിന്റെ ഫലം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായ കഴിക്കണമെന്ന്, അല്ലെ? വ്യക്തിപരമായ കഴിക്കണം. ഇങ്ങനെയാണ് ഈശോ രക്ഷ ഓൾറെഡി നമുക്കായി ഒരുക്കി വെച്ചേക്കുക. ഈശോയുടെ പീഡാനുഭവം, മരണ, സംസ്കാരം, ഉത്ഥാന രഹസ്യങ്ങളിലൂടെ രക്ഷ നമുക്കായിട്ട് ഒരുക്കി വെച്ചേക്കുക. ഓൾറെഡി അതെല്ലാം സാധ്യമായി ഒരുക്കി വെച്ചേക്കുക. ഇനി ആ രക്ഷ നമ്മൾ സ്വന്തമാക്കുവാൻ വേണ്ടി ദിവ്യ രഹസ്യങ്ങൾ അവിടുന്ന് നമുക്ക് നൽകി എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. അനുരഞ്ജന ഈ രക്ഷ നമ്മൾ സ്വന്തമാക്കണം. ഈ രക്ഷ നമ്മൾ സ്വന്തമാക്കുന്നത് എങ്ങനെയാണ്? അതിനാണ് അവിടുന്ന് ദിവ്യ രഹസ്യങ്ങൾ നമുക്ക് നൽകിയത്. വിശുദ്ധ കുർബാന അർപ്പണത്തിൽ കൂടെ ആ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുവെക്കുന്നതിലൂടെ, സജീവ പങ്കാളിത്തത്തിലൂടെയാണ് ഈ ഭക്ഷണം നമ്മൾ ഓരോരുത്തരും എടുത്ത് കഴിച്ച് ആ ഭക്ഷണത്തിന്റെ ഒരുക്കിയ വസ്തുവിന്റെ ഫലദായകത്തെ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് സ്വന്തമാക്കുക. അത് എങ്ങനെയാണ് ഈ ഈശോ സാധ്യമാക്കിയ രക്ഷ നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ മാസം നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് അതിനുവേണ്ടിയാണ് ഇവിടെ ഈ പെസഹ രഹസ്യങ്ങളിലൂടെ, രക്ഷാകര സംഭവങ്ങളിലൂടെ, വിശിഷ്ട സംഭവങ്ങളിലൂടെ ഈശോ സാധ്യമാക്കിയ രക്ഷ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുന്നതിലൂടെ സ്വന്തമാക്കുന്നത് 3 കാര്യങ്ങളിലൂടെയാണ്. അതാണ് പറഞ്ഞത്: സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു. സ്മരിക്കുകയും സ്തുതിക്കുകയും. ഈശോ സാധ്യമാക്കിയ രക്ഷ ഞാൻ വ്യക്തിപരമായി പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട്, അതായത് സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് അത് സ്വന്തമാകുന്നത്. ഈശോയുടെ മനുഷ്യാവതാരം, ഈശോയുടെ മാമോദീസായും പരസ്യ ജീവിതവും, അവിടുത്തെ പീഡാനുഭവം, അവിടുത്തെ മരണം, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ഉദ്ധാനം, അവിടുത്തെ സംസ്കാരമാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്. സഭയിലൂടെ പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ത്യവിധിയിൽ നമ്മെ എല്ലാവരെയും വിശുദ്ധീകരിച്ച് അങ്ങനെ സ്വർഗീയ മഹത്വത്തിലേക്ക് ഇങ്ങനെയുള്ള ഈ രക്ഷാകര സംഭവങ്ങളെ വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ ഓരോ ഘട്ടത്തിൽ, കൃത്യമായ ഘട്ടത്തിൽ അതിനെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ രക്ഷ നമ്മൾ വ്യക്തിപരമായി സ്വന്തമാകുന്നത്. അതുകൊണ്ടാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത്, നമ്മൾ നിശബ്ദരായ പ്രേക്ഷകരെ പോലെയോ കാണികളെ പോലെയോ ഈശോ കുർബാനയിൽ പങ്കെടുക്കരുത്. മറിച്ച് പ്രാർത്ഥനകളുടെയും കർമ്മങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി നമ്മൾ തങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ വേണം ഈ മഹാരഹസ്യത്തിൽ ഓരോ വിശ്വാസിയും പങ്കെടുക്കുക. നിശബ്ദരായ പ്രേക്ഷകരെ പോലെയോ കാണികളെ പോലെയല്ല, പ്രാർത്ഥനകളുടെയും കർമ്മങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി തങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ വേണം ഓരോ വിശ്വാസികളിൽ പങ്കെടുക്കുവാൻ. അങ്ങനെ പങ്കെടുക്കുവാൻ വിശ്വാസികളെ തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്വവും ആചാരകർക്കുണ്ട്. ആദ്യം അവർ ആ മഹാരഹസ്യത്തിൽ ഉൾച്ചേരുന്ന വ്യക്തികളായി മാറണമെന്നും സഭാമാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ധാർമ്മികനോട് ചേർന്ന് എങ്ങനെയാണ് ഈ മഹാരഹസ്യത്തെ നമ്മൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടതെന്ന് വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ഒരു ഓട്ട പ്രദർശനത്തിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഓട്ട പ്രദർശനം ഈ ഇനിയിപ്പോ ഒരു മണിക്കൂർ കാണും അല്ലെ ക്ലാസ്. അപ്പൊ ആ ഒരു കുർബാനയുടെ എങ്ങനെയാണ് കുർബാനയിലാണ് പങ്കെടുക്കേണ്ടത്? ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി കുർബാനയിൽ എങ്ങനെ കുർബാനയിൽ പങ്കെടുക്കണം, കുർബാനയുടെ ഓരോ ഭാഗത്തും എന്താണ് ഞാൻ സ്മരിക്കേണ്ടത്, എന്തിനെ ഓർത്താണ് ഞാൻ സ്തുതിക്കേണ്ടത്, എന്താണ് അവിടെ നടക്കുന്ന ആ തിരുക്കർമ്മങ്ങളുടെ ആ അനുഷ്ഠാനങ്ങളുടെ ആത്മീയമായ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നമ്മളെ ശ്രമിക്കും. ഒന്നാമതായി നമുക്ക് കുർബാനയെ കുറിച്ചൊരു സമഗ്രമായ അറിവുണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെല്ലാം ഇത്രയും നാളത്തെ ഈ ക്ലാസ് കൊണ്ട് പിന്നെ മറ്റു പല ക്ലാസ്സുകളിലും പങ്കെടുക്കുകയും പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ചെയ്തതുകൊണ്ട് കുർബാനയെ കുറിച്ചുള്ള ധനമായ അറിവ് നിങ്ങൾക്കുണ്ട്.
ഈ അറിവാണ് നമുക്ക് പ്രയോജനമില്ല. മാത്രമല്ല ഈ അറിവിനെ അനുഭവ തലത്തിലേക്ക് ഈ അറിവിനെ അനുഭവ തലത്തിലേക്ക് കൊണ്ടുവരണം. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ പരിശീലിച്ച് വളർത്തും. കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ കേട്ടോ ഈ വെറുതെ കൈ കൊള്ളു എന്നൊക്കെ പറഞ്ഞ് എല്ലാ പാലും കൊടുത്താലും ഈ കുഞ്ഞുങ്ങൾ പഠിക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് പഠിക്കുന്നത്? തൊട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ മനസ്സിലായല്ലോ, നിനക്ക് മനസ്സിലായല്ലോ, പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് തന്നെയാണ്. കുർബാനയോട് നമ്മൾ എത്ര പറഞ്ഞാലും എത്ര വായിച്ചാലും എത്ര ക്ലാസ്സുകൾ എടുത്താലും കുർബാനയുടെ ആഴങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ വ്യക്തിപരമായ കുർബാന അനുഭവിക്കും. വ്യക്തിപരമായി അനുഭവിക്കുമ്പോൾ വലിയൊരു ആനന്ദത്തിന്റെയും ഒരിക്കലും മറക്കാനാവാത്ത ദൈവാനുഭവത്തിന്റെയും ഒരു അവസരമായി മാറും. പിന്നീട് കുർബാന എന്ന എന്ത് കാരണം ഉണ്ടായാലും മരിക്കേണ്ടി വന്നാലും പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിന്ന് മാറിനിൽക്കുവാൻ ശ്രമിക്കാത്ത വിധം നമ്മൾ അത്രമാത്രം ആ കുർബാന അർപ്പണത്തിന്റെ അനുഭവം നമ്മളെ ചൂട് നിൽക്കും. അപ്പോൾ ഈ അനുഭവ തലത്തേക്ക് പോവുക. കുർബാനയെ കുറിച്ച് പഠിക്കുന്നതിനുപരിയായി ഈ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കുർബാനയിൽ എങ്ങനെ നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ കുർബാന അർപ്പകരായി പുരോഹിതനോട് ചേർന്ന് കുർബാന അർപ്പകരായി മാറാൻ സാധിക്കും. ഞാൻ കുർബാന അർപ്പിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരു തിയോളജിക്കൽ ഡിസ്കഷനേക്കാൾ ഉപരിയായിട്ട് ഒരു ആത്മീയമായ പങ്കാളിത്തം, രഹസ്യങ്ങളിലുള്ള ആത്മീയമായ പങ്കാളിത്തം കുർബാനയിൽ എനിക്ക് എങ്ങനെ സാധിക്കുന്നു? ഈ പെസഹ രഹസ്യങ്ങളിൽ ആത്മീയമായി പങ്കെടുക്കുമ്പോഴാണ് പെസഹ രഹസ്യങ്ങളുടെ ഫലം സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, കുർബാനയെ നമുക്കൊരു 7 ഭാഗങ്ങളായിട്ടാണ് സാധാരണയായി കുർബാനയെ നമ്മൾ തിരിക്കാറുള്ളത്. ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, കൂദാശ ഭാഗം, നിരഞ്ജന ശുശ്രൂഷ, ദൈവൈക്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ. അങ്ങനെ 7 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തിരിക്കാറുള്ളത്. ഈ 7 ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ മിശിഹായുടെ രക്ഷാകര സംഭവങ്ങളെ പല ആവർത്തി നമ്മൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ഈ ഈശോയുടെ മരണത്തെ തന്നെ പല ആവർത്തി നമ്മൾ കുർബാനയുടെ പല ഘട്ടങ്ങളിൽ ഓർക്കുന്നുണ്ട്. ഈശോയുടെ ഉത്ഥാനത്തെ പല ആവർത്തി നമ്മൾ റിപ്പീറ്റഡായിട്ട് ഒന്ന് കുർബാനയിൽ ഈശോയുടെ മരണത്തെ അനുസരിച്ച് കുറച്ച് പിന്നെയും മരണത്തിന്റെ അനുസ്മരണം റിപ്പീറ്റഡായിട്ട് നമ്മൾ കുർബാനയെ അനുസ്മരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് പല വിധത്തിൽ നമുക്ക് അതിനെ പഠിക്കാൻ സാധിക്കും. ദ്രവ്യപരമായ ഒരുക്കം എന്നൊക്കെ പറയില്ലേ, ദ്രവ്യമായ, അതായത് ഈശോയുടെ മരണത്തെ നമ്മൾ ഓർക്കുമ്പോൾ ഈ അപ്പത്തെയും വീതിനെ പുരുഷാരത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ട് വെക്കുന്ന ഈശോയുടെ മരണത്തെ ദ്രവ്യപരം, അതായത് അതിന്റെ വെക്കും. പിന്നെ ആത്മീയമായിട്ട് നമ്മൾ ഈശോയുടെ മരണത്തെ നമ്മൾ ഓർക്കുന്നത് ചില പ്രാർത്ഥനകളിലൂടെ ഈശോയുടെ മരണത്തെ ഓർക്കുന്നു. ഇനി ഈ വിഭജന ശുശ്രൂഷയിൽ ഈശോയുടെ മരണത്തെയും ഉത്ഥാനത്തെയും ഓർക്കുന്നു. അങ്ങനെ പല പ്രാവശ്യം ദ്രവ്യപരമായ ഒരുക്കവും ആത്മീയമായ ഒരുക്കത്തിലൂടെ എനിക്ക് പല പ്രാവശ്യം ഈ രക്ഷാകര സംഭവങ്ങളെ ആവർത്തിച്ച് എന്തിനു വേണ്ടിയാണ് ഈ രക്ഷാകര സംഭവങ്ങളെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുസ്മരിക്കുന്നത്? അതിന്റെ രക്ഷാകര സംഭവത്തിന് ഫലം ഉൾക്കൊള്ളാൻ വേണ്ടി. നമ്മൾ ഈ കന്നുകാലികളെയൊക്കെ വളർത്തുന്നത് അതുങ്ങളെ മേയാനായിട്ട് നമ്മൾ വിട്ടു. മേയാനായിട്ട് വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി പെട്ടെന്ന് പോയി പുല്ലെല്ലാം കടിച്ചു പറിച്ച് എന്നെ എടുക്കും. അത് വിഴുങ്ങുക അല്ലേ, അത് പുല്ല് വിഴുങ്ങിയിട്ട് ഉച്ച കഴിഞ്ഞ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ അമ്മ പോയി റോട്ടിൽ പോയി കടന്നിട്ട് അയവെട്ടു എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മള് സാധാരണ ഉമ്മിനീരോടുകൂടി ചവച്ചരച്ച് ഉമ്മിനീരുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഇറക്കുന്ന ഈ ഫുഡ് ഇതുങ്ങൾ അതൊന്നും ഇല്ലാതെ വെറുതെ ഉണ്ടാക്കിയിട്ട് അവസാനം വയറ്റിൽ ചെന്ന് കഴിഞ്ഞ് വയറ്റിലെ ഇതൊക്കെ ആയിട്ട് കലർന്ന് പിന്നെ തിരിച്ചത് വായിലേക്ക് കൊണ്ടുവന്ന് ആ ചവച്ചരച്ച് അയവെട്ടി ഇറക്കി അത് പിന്നീട് അത് ഇറക്കുമ്പോഴാണ് അത് ആ ഭക്ഷണത്തിന്റെ പ്രയോജനം അവർക്കുണ്ടാകുന്നത്. ഇതുപോലെയാണ് വീണ്ടും കുർബാനയിലെ വിശുദ്ധ സംഭവങ്ങളെ വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ നമ്മൾ അയവിറക്കിയാണ് ഈ വിശുദ്ധ സംഭവങ്ങളോട് നമ്മൾ മാനസികമായി ആത്മീയമായി ഒന്നിക്കുന്നത്. കാരണം എന്തിനു വേണ്ടിയാണ് അത് നമുക്കറിയാം. വലിയൊരു തീ കനലിനകത്തോട് ഒരു കാലിരുമ്പ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഈ തീ കനലിലേക്ക് ആ ഇരുമ്പ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ കാലിരുമ്പ് ഈ തീക്കനലിന്റെ സ്വഭാവമായി മാറും അല്ലെ. തീക്കനലിന്റെ അതേ സ്വഭാവം, ചൂടും ഇതൊക്കെയുള്ള അതേ സ്വഭാവമായി മാറുക. ഇതാണ് നമ്മൾ ചെയ്യുന്ന വിശുദ്ധ കുർബാനയെ ചെയ്യുന്നത്. അതായത് ഈശോയുടെ രക്ഷാകര സംഭവങ്ങളിലേക്ക് നമ്മളെ തന്നെ എടുത്തു വെക്കുകയാണ്.
ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം, പീഡാനുഭവം, മരണം, സംസ്കാരം, നമ്മളെ തന്നെ എടുത്തു വെക്കുമ്പോൾ നമ്മൾ ആ അനുഭവത്തിലേക്ക് നമ്മൾ ഉച്ചകരം കഴിയുമ്പോൾ ഈശോയുടെ സ്വഭാവമുള്ളവരായി മാറും, നമ്മളെല്ലാം ദൈവികരായി മാറും, നമ്മളെല്ലാം സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറും, നമുക്കെല്ലാം രക്ഷ സ്വന്തമാണ്. ഇങ്ങനെയാണ് ഈ ദിവ്യ രഹസ്യങ്ങളിൽ. ഇതിനെ നമ്മളിങ്ങനെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് ആ രക്ഷാകര സംഭവങ്ങളുടെ ഫലം നമ്മൾ സ്വന്തമാക്കി. ആ സ്വന്തമാക്കാൻ, ആ ഫലം സ്വന്തമാക്കാൻ തക്കവിധം ഈ വിശുദ്ധ കുർബാനയിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടതെന്ന് ഓരോ വിശ്വാസിയും പഠിച്ചിരിക്കണം. അതിന് വേണ്ടത് കർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം മനസ്സിലാക്കി തങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ നമ്മളതിൽ പങ്കെടുക്കുക എന്നതാണ്. നമ്മളതിൽ പങ്കെടുക്കുക, കർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം മനസ്സിലാക്കി അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയാൻ സംസാരം പറയുന്നത് എന്ന സംസ്ഥാനം നമ്മുടെ മനസ്സുമൊക്കെ പറന്ന് വേറെ വഴിക്കൊക്കെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്കൊക്കെ സംസ്ഥാനം പോകുന്നു. അങ്ങോട്ട് പോലെ തിരിച്ചുക ഇവിടെ രക്ഷാകര സംഭവം കൊടുക്കുക. ഓക്കെ, നമ്മൾ ഈ വിശുദ്ധ കുർബാനയുടെ പ്രാരംഭം മുതൽ എങ്ങനെയാണ് ഈ വിശുദ്ധ കുർബാനയിൽ ആത്മീയമായി പങ്കെടുക്കുന്നത്, ഈ രക്ഷാകര സംഭവങ്ങളിൽ ആത്മീയമായി പങ്കെടുക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കുർബാനയിൽ നല്ല ഒരുക്കം. അതിനാണ് സഭ നമുക്ക് ഔദ്യോഗികമായ പ്രാർത്ഥനകളായ യാമനമസ്കാരം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നിട്ട് തലേ ദിവസം തന്നെ ആ വചനഭാഗമൊക്കെ വായിച്ച് സങ്കീർത്തനങ്ങളൊക്കെ ഉരുവിട്ട് ആ കാലത്തിലെ ചൈതന്യമൊക്കെ മനസ്സിൽ സ്വീകരിക്കുവാൻ തക്കവിധമുള്ള ഓലീസകളൊക്കെ ആലോചിച്ച് കുർബാനയ്ക്കായി വരുന്നത്. നമ്മുടെ പഴയ വിനിയോഗിച്ചുമാരും വിരമിച്ചുമാരുടെയൊക്കെ ഒരുക്കം വിനിയോഗിച്ചിട്ട് കുർബാനയ്ക്ക് പള്ളി പോകാൻ വേണ്ടി തന്നെ പ്രത്യേകമായ ചട്ടയം കൊണ്ടുവന്നു. അതൊക്കെ ഇങ്ങനെ ചട്ടയിൽ വെട്ടി കഴിയുന്നില്ല. ഇത് കുർബാനയ്ക്ക് പോകുന്ന ചട്ടയം കൊണ്ട് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കത്തില്ല, അതിന് വേണ്ടി സ്പെഷ്യലാണ്. അതുപോലെ തന്നെ അന്നത്തെ തലേ ദിവസമൊക്കെ നന്നായിട്ടൊക്കെ ബ്രഷ് ചെയ്ത് ഭയങ്കര ഒരുക്കമാണ്. കുളിച്ച് റെഡിയായിട്ട് നല്ല ഭൗതികമായ ഒരുക്കം നടത്തുന്നതോടൊപ്പം അവര് ആത്മീയമായ ഒരുക്കം. പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥിച്ചു വരിക, കുംഭസാരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. കുംഭസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഭാവരഹിതരായി വേണം ഈ പരിശുദ്ധമായ രഹസ്യത്തിൽ പങ്കെടുക്കുവാൻ. അന്ത്യത്താഴ വേളയിൽ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ആദ്യത്തെ ആനകുർബാനസ്കരന്മാരുടെ ആദ്യത്തെ ചരിത്രത്തിൽ ആദ്യത്തെ ആനകുർബാനസ്കരം അറിയായിരുന്നു യൂദാസിനെയായിരുന്നു. ഈശോ അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് ആദ്യം യൂദാസിനാവുന്നത്, എന്റെ കൂടെ വർഷമായിരിക്കുന്നത് യൂദാസിനാവുന്നത്. യുവദാസിന് കൊടുത്തത് യുവദാസ് ഈശോ ഒരുക്കി കൊടുക്കാനുള്ള മനസ്സോടെയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. വചനം പറയുന്നത് എന്താണോ, അപ്പം സ്വീകരിച്ചതോടെ അപ്പം സാത്താൻ അവരുടെ വിശുദ്ധ കുർബാനയാണ്. ഈശോ നേരിട്ട് കുർബാന അർപ്പിച്ച് മുറിച്ച് ഈശോ നേരിട്ട് അമൃത്യമായിട്ട് കൊടുക്കുകയാണ്. അപ്പം സ്വീകരിച്ചവരെ സാത്താൻ അവന്റെ ഉള്ളിൽ, എന്റെ ശരീരമാണെന്ന് പറഞ്ഞ ഈശോ കൊടുക്കുക, സാത്താൻ കൊടുക്കും. അതുകൊണ്ടാണ് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഇത് വിപരീത ഫലം ഉണ്ടാക്കരുത്. അയോഗ്യതയോടുകൂടെ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ, ശരീരത്തെ വിവേചിച്ചറിയാൻ ഇത് ഭക്ഷിക്കുന്നവൻ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും ആണ് ചെയ്യുന്നത്. വിപരീത ഫലം. അതുകൊണ്ട് ഒരുക്കത്തോടെ വിശുദ്ധിയോടെ വേണം ഈ പരിശുദ്ധമായ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനായിട്ട്. പ്രാർത്ഥിച്ചൊരുങ്ങി ഉപസ്മരിച്ച് വിശുദ്ധി പ്രാപിച്ച് ഈ മഹാരഹസ്യത്തിൽ പങ്കെടുക്കുക. കുർബാന ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പ്രദക്ഷിണത്തിലൂടെ. നമ്മൾ പലർക്കും കുർബാന ആരംഭിക്കുന്നത് മറ്റു പല പ്രാർത്ഥന പ്രദക്ഷിണത്തിന് മുമ്പ് തന്നെ പള്ളിയിൽ എത്തി പ്രാർത്ഥിച്ചു വരിക. കുർബാനയുടെ ആദ്യത്തെ കർമ്മം പ്രദക്ഷിണമാണ്. അതായത് സ്വർഗത്തിന്റെ പ്രതീകമായ മധുബഹായുടെ കണ്ഠയുടെ വീതി തുറന്ന് അവിടെ നിന്ന് ഏറ്റവും മുൻപിൽ ധൂപം, സ്നാപക യോഹന്നാന്റെ പ്രതീകമാണ് ധൂപം വൈകുന്ന വഴി ഒരുക്കിയാണ്. പുറകെ ശ്രീമായാണ്, മിശിഹായാണ്, ഈശോ മിശിഹായെ വഴി ഒരുക്കുന്നവരാണ് സ്നാപകരൻ. ആ ധൂപത്തിന്റെ പുറകെ ശ്രീമ, തിരികൾ, അക്ഷാനീസാകൾ ഒക്കെ വെച്ചാൽ ശശാലാമാര് അവരുടെ പുറകെ ഈശോയുടെ പ്രതിനിധിയായ കാർമികൻ വരികയാണ്. അപ്പൊ അത് സ്വർഗം തുറന്ന് അവിടുന്ന് സ്ഥാനോനായിലൂടെ ഹൈക്കല ഭൂമിയുടെ പ്രതീകമാണ്. ഹൈക്കലയുടെ മധ്യത്തിലൂടെ പ്രേമ എന്ന് പറയുന്നത്
ഭൗമിക ജെറുസലേമിലേക്ക്, സ്വർഗത്തിൽ നിന്ന് ജെറുസലേമിലേക്ക് ഈശോ മനുഷ്യാവതാരം. അപ്പൊ അവിടെ ഈ നമ്മുടെ കുർബാനയിൽ നിൽക്കുമ്പോൾ ഈ പ്രാരംഭ പ്രദക്ഷിണം കാണുമ്പോൾ ഈശോയുടെ മനുഷ്യാവതാരത്തെ നമ്മൾ അനുഷ്ഠിക്കുകയാണ്, അതായത് അനുഷ്ഠാനം നടക്കുകയാണ്. വിരി തുറക്കുന്നു, സ്വർഗം തുറക്കുന്നു, സ്നാപയോഹന്നാൻ വഴിയൊരുക്കുന്നു, ഈശോമിശിഹ പുറകെ ഈശോമിശിയുടെ പ്രതീകങ്ങൾ പുറകെ ഈശോമിശിഹ ഇങ്ങനെ ഭൗമിക ഓസ്ട്രേലിയയിലേക്ക് വരികയാണ്. ഈശോയുടെ മനുഷ്യാവതാരം അവിടെ നമ്മൾ അനുഷ്ഠിക്കുന്നത് ഈശോയുടെ മനുഷ്യാവതാരം. അപ്പൊ അതിനെ ഓർക്കണം. ആ അനുഷ്ഠാനം കാണുമ്പോൾ, വിരി തുറന്ന് പ്രാരംഭ പ്രതിഷ്ഠ കാണുമ്പോൾ ഈശോയുടെ മനുഷ്യാവതാരം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആഗതനാകുന്ന മിശിഹായെ നമ്മൾ നോക്കണം. മിശിഹായെ ഓർത്ത് സ്മരിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയണം. അവിടെ നിന്നോട് ദൈവത്തിന് നന്ദി പറയണം. കാരണം ഞാൻ ആദ്യം ചിന്തിക്കേണ്ടത് ഈ അടഞ്ഞ വിരിക്ക് മുമ്പിലാണ് മധുവാവിന് അടഞ്ഞ എന്തുകൊണ്ടാണ് ഈ അടഞ്ഞ വിരിക്ക് മുമ്പിൽ നമ്മൾ നിൽക്കുന്നത്? ഒരു ആത്മീയത്തെ നമ്മൾ സാധാരണ അപ്പനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ ഒക്കെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യാനുള്ള പരിപാടി ദേഷ്യപ്പെട്ടു പോകാറുണ്ട്. അടച്ചിട്ട് നമ്മുടെ ഈ അടഞ്ഞ വിരിക്ക് മുമ്പിൽ കുർബാനയ്ക്ക് മുമ്പായിട്ട് നിൽക്കുമ്പോൾ ഞാൻ പാപം ചെയ്ത് ദൈവത്തോടും മറുതലിച്ച് ഞാൻ ആ സ്വർഗീയ കവാടം അടച്ച് അതിന് ഞാൻ അടച്ചു കളഞ്ഞ സ്വർഗീയ കവാടത്തിന് മുമ്പിൽ, അടഞ്ഞു കിടക്കുന്ന സ്വർഗീയ കവാടത്തിന് മുമ്പിലാണ്. അവിടെയാണ്, അല്ലെങ്കിൽ ആദ്യം മുതൽ ഇങ്ങോട്ട് അടച്ചു കളഞ്ഞ പറുദീസയുടെ കവാടത്തിന് മുമ്പിലാണ്. അവിടെയാണ് ഈശോ മിശിഹ ആ കവാടം തുറന്ന് എനിക്ക് രക്ഷ നൽകുവാനായിട്ട് മനുഷ്യനായ ആ ഈശോയുടെ വലിയ രക്ഷാകര പ്രവർത്തനത്തെ ഓർത്ത് സ്തുതിക്കണം. ദൈവമേ, ഭാവിയായ ഞാൻ പാപം ചെയ്ത് അടച്ചു കളഞ്ഞ സ്വർഗ കവാടം നീ തുറന്ന് മനുഷ്യനായി എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് അവതരിച്ച നിന്റെ വലിയ സ്നേഹത്തെ ഹൃദയോർത്ത് നന്ദി പറയുന്നതാണ്. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ആ ഹൃദയത്തിൽ ആ ചിന്ത. എന്നിട്ട് വേറെ ഒന്നുമല്ല നമ്മൾ ഓർക്കേണ്ടത്. അങ്ങനെ ഈ രക്ഷാകര സംഭവത്തെ, ഈ മനുഷ്യാവതാരം എന്ന മഹാരഹസ്യത്തെ നമ്മൾ അവിടെ അനുഷ്ഠിക്കുമ്പോൾ അതിനെ ആ രക്ഷാകര സംഭവത്തിൽ നമ്മൾ സ്മരിക്കുകയും ആ രക്ഷാകര സംഭവത്തിലൂടെ ഈശോ മിശിഹ നമുക്ക് നൽകിയ രക്ഷയോർത്ത് സ്തുതിക്കുകയും സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. അപ്പൊ അങ്ങനെ ആ പ്രതിഷ്ഠ വന്ന് ഏമയെ വന്ന് നിന്ന് കഴിയുമ്പോൾ ആദ്യത്തെ പ്രാർത്ഥന തുടങ്ങുകയാണ് അല്ലെ. തിരുനാളിൽ എന്ന ഗീതം നമുക്കുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പനയനുസരിച്ച് ഈ കുർബാന ആരംഭിക്കാം. കൽപ്പനയനുസരിച്ചാണല്ലോ നാളെ അർപ്പിക്കുന്നത്. അപ്പൊ ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ അവിടെയും നമ്മൾ ചുമ്മാ ഇങ്ങനെ നിന്നാൽ പോരാ, അവിടെയും നമ്മൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയാണ്. കുർബാന തുടങ്ങാൻ പോവുകയാണ്. കാർമ്മികൻ വന്ന് സമൂഹത്തിന്റെ സജീവമായ പങ്കാളിത്തത്തെ ആവശ്യപ്പെടുകയാണ്. അവിടെ ഓർമ്മിക്കുന്ന ഒന്നാം പെസഹ തിരുനാളിൽ കർത്താവിന്റെ കൽപ്പന, മിശിഹായുടെ കൽപ്പന അനുസരിച്ച് നമുക്ക് ഈ കുർബാന ആരംഭിക്കാം എന്ന് പ്രാർത്ഥിക്കുകയോ പാടുകയോ ചെയ്യുമ്പോൾ ഈശോയുടെ കൽപ്പന പറയണം. എന്ത് കൽപ്പനയാണ് ഈശോ നൽകിയത്? ഒന്നാമത്തെ കൽപ്പന ഇതെന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുന്ന കൽപ്പന അല്ലെ. കുർബാന ഒന്നാം പെസഹ തിരുനാളിൽ കർത്താവരുടെ കൽപ്പന, നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്തു. അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ കൽപ്പന, മിശിഹായുടെ കൽപ്പന അനുസരിച്ചാണ് നമ്മൾ ഈ കുർബാന അർപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓർക്കുന്നത്. പിന്നെ ഈ അന്ത്യത്താഴത്തോടനുബന്ധിച്ച് ഈശോ മറ്റൊരു കൽപ്പനയും കൂടെ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. കുർബാന എന്ന് പറഞ്ഞാൽ വലിയൊരു ഈശോ നമ്മളെ സ്നേഹിച്ച ഈശോ തന്നെ വലിയായി അർപ്പിച്ച ഈശോ വലിയ സ്നേഹത്തിന്റെ മഹത്തായ പ്രകടനമാണല്ലോ പരിശുദ്ധ കുർബാന അർപ്പണം. തന്നെ ശരീര രക്തങ്ങളെ നമുക്കായിട്ട് വിഭജിച്ച് ചിന്തി നൽകിയത് ഈശോയുടെ വലിയ സ്നേഹം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ആ കൽപ്പന നമ്മൾ ഓർക്കണം. അപ്പൊ അത് ചെയ്യണം. ഞാൻ ഈശോ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തിയാണോ എന്ന് ആത്മപരിശോധന ചെയ്യണം. അതിനുശേഷം ബലിയുമായി ബന്ധപ്പെട്ട മൂന്നാമതൊരു കൽപ്പനയും കൂടെ ഉണ്ട്. ഒന്നാം പെസഹ തിരുനാളിൽ
നവപുരം ഈഹമൊരുക്കിയിടാം ഒരു സ്നേഹമൊടിയാതെ ഇതിനു മുമ്പാകെ ശ്രീരാമൻ നമ്മൾ പാടുമ്പോൾ മൂന്നാമത്തെ കൽപ്പന വെക്കണം. ബലിയുമായി ബന്ധപ്പെടുത്തി ഈശോ നൽകിയ മൂന്നാമത്തെ കൽപ്പനയാണ്. നീ ബലിയർപ്പിക്കാൻ ബലിപീഠത്തിലേക്ക് പോകുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു അവിടെ ആ ബലിപീഠത്തിൽ വെച്ചിട്ട് ആദ്യം പോയി സഹോദരനുമായി എഴുതപ്പെടുക, പിന്നീട് വന്ന് ബലിയർപ്പിക്കുക. ആ ബലിയുമായി ബന്ധപ്പെട്ട ആ കൽപ്പന ഓർത്തിട്ടാണ് എന്ന് നമ്മൾ പറയുന്നത്. അത് നമ്മൾ പുതിയ ക്രമത്തിലുണ്ടാക്കിയ പാട്ടാണെങ്കിലും അത് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു ആത്മീയാർത്ഥം മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഓർക്കണം, എനിക്ക് ആരോടും പ്രത്യേകിച്ച് വിദ്വേഷമൊന്നും ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. വചനം പറയുന്നതിനാണ് ഈ ബലിയർപ്പിക്കാൻ ബലിപീഠത്തേക്ക് പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടെന്ന് തോന്നി ആരോടും ഒരു വിദ്വേഷമില്ല, എടുത്തു വെക്കാം. പക്ഷെ അങ്ങനെയല്ല, നിനക്കൊരു പ്രശ്നമില്ലെങ്കിൽ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടെന്ന് തോന്നിയാൽ നീ ബലിയർപ്പിക്കാൻ യോഗ്യരാണ്. ദൈവസ്ഥാപന ആ ബലിപീഠത്തിൽ വെച്ചിട്ട് ആദ്യം പോയി സഹോദരനായി അവിടെ നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തിയോടോ ഈ ഏതെങ്കിലും വ്യക്തിക്ക് എന്നോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടോ ആത്മശോധന നടത്തി മനസ്സുകൊണ്ട് ആത്മാവിൽ അവരോട് അനുരചിക്കപ്പെടുവാൻ, ക്ഷമ കൊടുക്കുവാൻ, ക്ഷമ ചോദിക്കുവാൻ, അങ്ങനെ അനുരചിതരാക്കിയ കുർബാന അർപ്പണത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. അവിടെ ആ രീതിയിലാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത്. ഹൃദയത്തിൽ നമുക്ക് പീഠം ഒരുക്കി, ഹൃദയത്തിൽ പീഠം ഒരുക്കി അനുരഞ്ജനപ്പെട്ട് കുർബാന അർപ്പിക്കുന്ന വ്യക്തിയായ ചുമ്മാ പ്രാർത്ഥന ചെയ്യാത്തവരാണ്. അതിനകത്ത് ചില അനുഷ്ഠാനങ്ങളുണ്ട്, അതിനകത്ത് ചില സ്മരണകളുണ്ട്, അതിനകത്ത് സ്തുതി ചെയ്യേണ്ട ആരാധന അനുരഞ്ജനപ്പെടേണ്ട അവസരങ്ങളുണ്ട്. ഈ കുർബാന ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയാണ്. അങ്ങനെ അനുരഞ്ജനപ്പെട്ട എല്ലാം ഒരുക്കി ദൈവത്തിന്റെ കുർബാന ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ഭക്തജനങ്ങളിലും ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യരുടെ സമാധാനം പ്രത്യാശയോടെ ജീവിക്കുന്നത്. ആ ഗീതം പാടുമ്പോഴേ ഈശോയുടെ രക്ഷാകര സംഭവത്തിന്റെ ഒരു സംഭവത്തിന്റെ ഓർമ്മ നമ്മുടെ മനസ്സിലെത്തി. ഏത് സംഭവമാണ്? ഈശോയുടെ ജനനം അല്ലെ? ഈശോയുടെ ജനന സമയത്താണ് മാലാഖമാര് പാടിയത് ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യരുടെ സമാധാനം പ്രത്യാശയും. അപ്പോ ആ ഗീതം പാടുമ്പോൾ ഈശോയുടെ മനുഷ്യാവതാരത്തെ ഈശോയുടെ മനുഷ്യാവതാരത്തെ നമ്മൾ ഓർക്കണം. അപ്പോ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഓരോ ഭാഗവും ഇങ്ങനെ ഈശോയുടെ മനുഷ്യാവതാരം മുതൽ അവസാനത്തെ സ്വർഗീയ ജീവിതം വരെയുള്ളത് നമ്മൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കുർബാനയുടെ ആരംഭത്തിൽ അത്യുന്നതങ്ങളുടെ ദൈവത്തിന്റെ സ്തുതി വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ കുർബാനയിൽ ഈശോയുടെ മനുഷ്യാവതാരത്തെ നമ്മൾ ദർശിക്കണം. ഒരു സ്ക്രീനിൽ എന്നപോലെ നമ്മുടെ മനസ്സിൽ ഈശോ കാലിത്തൊഴുത്തിൽ വന്ന് പിറക്കുന്ന മനുഷ്യാവതാര രഹസ്യത്തെ നമ്മൾ കാണണം. നിങ്ങൾ ഓർക്കുക, നമ്മൾ ചുമ്മാ ഇങ്ങനെ സ്ക്രീന് മനസ്സിൽ ഇങ്ങനെ കാണുമ്പോൾ അത് യാഥാർത്ഥ്യമാകും. അത് യാഥാർത്ഥ്യമല്ല. ഈശോയുടെ പ്രത്യേകത, ഈശോ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഈശോയാണെങ്കിലും ഈശോ ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ. എന്ന് വെച്ചാൽ ലോജിക്കലായിട്ട് പറഞ്ഞാൽ ഈശോയ്ക്ക് സമയത്തിന്റെ പരിമിതി ഇല്ല. ഈശോ ഇന്നലെയും ഇന്നും എന്നും ഒരെയാണ്. ഈശോയ്ക്ക് സമയത്തിന്റെ പരിമിതി ഇല്ല. എന്ന് വെച്ചാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഈശോ ഇന്ന് ഇവിടെ ഈ ആൾക്കാരിൽ ഔദാശികമായി ജനിക്കും. ഈ ആൾക്കാരിൽ ഈശോ ഔദാശികമായി മരിക്കും. ഈ ആൾക്കാരിൽ ഈശോ ഔദാശികമായി ഉദ്ധാനം ചെയ്യുന്നു. ഈശോയ്ക്ക് 2000 വർഷങ്ങൾക്കുള്ള മരണവും ഇനിയുള്ള അന്ത്യവിധിയും എല്ലാം ഒരേ സമയത്താണ്. ഈശോ ദൈവത്തിന് പാസ്റ്റിലില്ല, ഫ്യൂച്ചറിലില്ല, പ്രസന്റ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ മനുഷ്യാവതാരം ഈശോയ്ക്ക് പ്രസന്റാണ്, ഈ മരണം ഈശോയ്ക്ക് പ്രസന്റ് ടെൻസിലാണ്, ഈ ഉത്ഥാനം ഈശോയ്ക്ക് പ്രസന്റ് ടെൻസിലാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ആ മനുഷ്യാവതാരത്തെ കുറിച്ച് നമ്മൾ സ്മരിക്കുമ്പോൾ, ഔദാസികമായി നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഈശോയുടെ മനുഷ്യാവതാരം, ഞാൻ കുർബാന അർപ്പിക്കുന്ന ആ പള്ളിയിൽ മനുഷ്യാവതാരം യഥാർത്ഥത്തിൽ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈശോ ജനിച്ച ആ കാലഘട്ടത്തിൽ, ഈശോ ജീവിച്ച, മരിച്ച, ഉത്ഥാനം ചെയ്ത ആ കാലഘട്ടത്തിൽ ആ സ്ഥലത്ത് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അതിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഈശോയ്ക്ക് സ്ഥലത്തിന്റെയും പരിമിതിയില്ല, ദൈവത്തിന് സ്ഥലത്തിന്റെയും പരിമിതി. അതുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ സമയത്തിന്റെ പരിധി വിട്ട് ഈശോയുടെ വരുന്നതിൽ സ്ഥലത്തിന്റെയും പരിമിതി വിട്ട്
ജെറൂസലേമിന്റെ ആ സ്ഥല പരിമിതി വിട്ട്, അല്ലെങ്കിൽ ബേത്ലഹേമിന്റെ ആ സ്ഥല പരിമിതി വിട്ട് ഇന്ന് ഈശോ ഇവിടെ ജനിക്കുകയാണ്. അത് അപ്പത്തിൽ കർത്താവ് തന്നെയാണ്. കർത്താവിന്റെ പ്രതീകമല്ല ഈശോ കുർബാന, അത് കർത്താവ് തന്നെയാണ്. ആ രക്തം ഈശോയുടെ പ്രതീകമല്ല, ഈശോ തന്നെയാണ്. അത് അവിടെ അത് മാത്രമല്ല, ഈ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും യഥാർത്ഥത്തിൽ ഈശോ ഇവിടെ സന്നിഹിതനാണ്. അപ്പൊ അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ സ്തുതി എന്ന് പറയുമ്പോൾ അവിടെ സ്പിരിച്വൽ ആയിട്ട് പറയും. എങ്ങനെയാണ് ഈ അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ സ്തുതി എന്ന പ്രാർത്ഥന ചെയ്യുമ്പോഴോ പാട്ട് പാടുമ്പോഴോ നമ്മൾ ആത്മീയമായി പങ്കെടുക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തെ ഓർക്കണം, ഈശോയുടെ തിരുപ്പറവി ഓർക്കണം. കാലിത്തൊഴുത്തിൽ ഈശോ ജനിച്ചു വീഴുന്നു. ഒന്നാമത് 3 പ്രാവശ്യം നമ്മൾ ആവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് 3 പ്രാവശ്യം ആവർത്തിക്കുന്നത്? അതാണ് നമ്മൾ ഒന്നാമത് അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി ആമേൻ എന്ന് പാടുമ്പോൾ കാലിത്തൊഴുത്തിൽ ഈശോ തുറന്നു കിടക്കുന്നതിനെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ആട്ടിടയന്മാരും പൂജരാജാക്കന്മാരും വന്ന് അവരുടെ കാഴ്ചകൾ സമർപ്പിച്ചു. പൂജരാജാക്കന്മാരെ സമർപ്പിച്ചിട്ടുണ്ട്. ആട്ടിടയന്മാർ അതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കാണും. എന്താണ് കൊടുത്താണ്? അവരുടെ കയ്യിലുള്ള കമ്പിളിയെ അല്ലെ, ആട്ടിരോമങ്ങളുള്ള ഇതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫലങ്ങളോ ഒക്കെ മാതാവിന് ഈശോയ്ക്ക് കൊടുത്തു കാണും. അത് ചിന്തിക്കണം. ആട്ടിടയന്മാരും പൂജരാജാക്കന്മാരും സമർപ്പിച്ച് ഇതുപോലെ ഈ കുർബാനയെ 3ാമത് അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി പറയുമ്പോൾ എന്റെ ജീവിതത്തെ തന്നെ അവിടെ ഞാൻ സമർപ്പിക്കും. അങ്ങനെയാണ് ഞാൻ പങ്കാളിയാകുന്നത്. ആത്മീയമായി പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കാളിയാകുന്നത് അങ്ങനെയാണ്. ഓരോ കുർബാനയിലും സമർപ്പിക്കാൻ എന്റെ കയ്യിൽ എന്തെങ്കിലും, എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കണം. എന്റെ ജീവിതത്തെ എല്ലാ കുർബാനയിലും എന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുക്കണം, ഈശോയുടെ വിട്ടുകൊടുക്കണം. അങ്ങനെ ആട്ടിടയന്മാരോടൊപ്പം പൂജരാജാക്കന്മാരോടൊപ്പം നമ്മുടെ ജീവിതത്തെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കണം. അപ്പൊ ആ 3 പ്രാവശ്യം ചെയ്യുമ്പോൾ 3 ചിന്തകളോടെയാണ് 3 പ്രാവശ്യം ചെയ്യുമ്പോൾ. ഒന്നാമത്തെ രീതിയിൽ ഈശോയുടെ ജനനത്തെ ഓർക്കുക, രണ്ടാമത്തെ പ്രാർത്ഥനയിൽ പൂജരാജാക്കന്മാർ ആട്ടിടയന്മാരെ സമർപ്പിച്ചു കൊടുക്കുക, 3ാമത്തെ ചെയ്യുന്ന ആവർത്തിക്കുമ്പോൾ എന്റെ തന്നെ സമർപ്പണം ഞാൻ നടത്തുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈശോയുടെ മനുഷ്യാവതാരത്തെ അവിടെ നമ്മൾ അനുഷ്ഠിക്കുകയും സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്തുതി എന്ന് ഈശോ സ്തുതിക്കുകയും ചെയ്തു. നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റവും കൂടുതൽ ജനം ഉപയോഗിക്കുന്ന ഒരു മറുപടിയാണ് ആമേൻ പറയുന്നത്. ആമേൻ അപ്രകാരം തന്നെ ആയിരിക്കട്ടെ എന്ന് സാധാരണയായി നമ്മൾ അതിന് അർത്ഥം പറയാറുണ്ട്. അതായത് നമ്മൾ ഒരു പുരോഗതി ചെയ്യുന്ന ഒരു സ്വസായോടുള്ള ദൈവജനത്തിന് മറുപടി എന്ന് വെച്ചാൽ, പുരോഗതി ചെല്ലിയ പ്രാർത്ഥന ഒരു സമൂഹം, ഒരു വ്യക്തി സ്വന്തമാക്കുന്നതാണ് ആ പ്രാർത്ഥന. ആ സ്വന്തമാക്കുക. ഞാൻ ആമേൻ ചെല്ലുമ്പോൾ പുരോഗതി ചെല്ലിയ ആ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ ഹൃദയം കൊണ്ട് ഞാൻ പങ്കുചേരുകയാണ് എന്ന് പറയുകയാണ്. ആമേൻ ചെല്ലുന്നത് നിങ്ങൾ ഉച്ചരിച്ച ആമേൻ നിങ്ങളുടെ അംഗീകാരവും ഒപ്പുവയ്ക്കലുമാണ്. നിങ്ങൾ ഉച്ചരിച്ച ആമേൻ നിങ്ങളുടെ അംഗീകാരം ഒപ്പുവെക്കണം. ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെല്ലാം നല്ല സാമ്പത്തികമുള്ളവരാണ്, നിങ്ങൾ ആരെങ്കിലും ഒക്കെ എടുക്കൽ ഞാൻ വരികയാണ്. ഞാൻ വന്നിട്ട് കുറച്ച് പേപ്പറൊക്കെ വന്നിട്ട് പേപ്പർ എടുക്കാനിട്ട് ഞാൻ പേപ്പറാണ് ആധാരം പേപ്പറൊക്കെ ആയി വന്നിട്ട് ചേട്ടനാ എല്ലാ പേജും ഒപ്പിടാൻ പറഞ്ഞാൽ നിങ്ങൾ ഒപ്പിടുവോ? ഒപ്പിടുവോ? അങ്ങനെ ഒപ്പിടില്ല. എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം ചുമ്മാ അത് വായിച്ചു നോക്കും. വായിച്ചു നോക്കിയിട്ട് അച്ഛൻ 2 ദിവസം കഴിയുമ്പോൾ തരാന്ന് പറയുന്നത് ആ പേപ്പർ കൊണ്ടുപോകും. വീട്ടുകാരെ കൊണ്ട് വായിപ്പിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് വായിപ്പിക്കും. പിന്നെ നമ്മൾ വക്കീലിനെ കൊണ്ടൊക്കെ വായിപ്പിക്കുന്ന സംഭവം എന്താണ്? അല്ലാതെ ചുമ്മാ ഒന്നും അറിയാതെ ഒപ്പിടാൻ പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സാഹചര്യ വസ്തുക്കളെല്ലാം എന്റെ അധീനതയിലിരിക്കും. അതായത് ഈ ഒപ്പിട്ട് നിങ്ങളോട് ഉച്ചരിച്ച ആമേൻ നിങ്ങളുടെ അംഗീകാരവും ഒപ്പുവെക്കലുമാണ് എന്ന് പറഞ്ഞാൽ, ഈ പേപ്പർ വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം അതിൽ അതിന്റെ അടിയിൽ ഒപ്പുവെക്കണം. അതിന്റെ നൂലാമാലകളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അതിൽ ഒപ്പുവെക്കാൻ. ഇതുപോലെ ഒരു കാറിൽ ഒരു പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ എല്ലാം അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അറിയാതെ അങ്ങനെ പറഞ്ഞു പോകുന്ന വ്യക്തികളാണ് മനസ്സറിവോടെ എല്ലാ പ്രാർത്ഥനയും കാരുണ്യം ചെയ്യുന്ന പ്രാർത്ഥനയാണ്, ശുശ്രൂഷ ചെയ്യുന്ന പ്രാർത്ഥനയാണ്, നമ്മൾ തന്നെ ചെയ്യുന്ന പ്രാർത്ഥനയായിരിക്കണം. അർത്ഥം മനസ്സിലാക്കി
അതിൽ പങ്കെടുക്കുവാൻ ഹൃദയം കൊണ്ട് അതിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് സമയം. ഇനി അടുത്തത് അതിനുശേഷമുള്ള പ്രാർത്ഥന, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. നമ്മളിപ്പോഴും അനുസ്മരിച്ച എന്താണ്? ഈശോയുടെ മനുഷ്യാവതാരം അല്ലെ? ഈശോയുടെ മനുഷ്യാവതാരം, ഈശോ മനുഷ്യനായിരിക്കുന്നു. ഈശോയുടെ മനുഷ്യാവതാരത്തെ നമ്മൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും. ഇനി അടുത്ത സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന മാലാഖമാരുടെ ഗണങ്ങളോടൊത്ത് കാനോന പരിശുദ്ധനും 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 ആ വലിയ പഴയ നിയമത്തിലെ ആ വലിയ സ്വർഗീയ പ്രാർത്ഥനയോട് ചേർന്ന് നമ്മുടെ കർത്തൃ പ്രാർത്ഥന ചെയ്യുന്ന പാരമ്പര്യമാണുള്ളത്. സ്വർഗവാസികളോടും ദുഃഖവാസികളോടും ചേർന്ന് സ്വർഗീയ പിതാവിനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എന്തുകൊണ്ടാണ്? ഈശോ ജനിച്ചു അല്ലെ? ഈശോ ജനിച്ചു, ഈശോയുടെ മനുഷ്യാവതാരം, ഈശോയെ നമുക്ക് നൽകിയത് ആരാണ്? പിതാവായ ദൈവമാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോയെ മനുഷ്യനായ ഭൂമിയിലേക്ക് ആ പിതാവായ ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് മാലാഖമാരും മനുഷ്യരും ഒത്തുചേർന്ന് പിതാവായ ദൈവത്തിന് നന്ദി പറയുകയാണ്. ആ രക്ഷ ഈശോയിലൂടെ നമുക്ക് രക്ഷ നൽകുന്ന പിതാവായ ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്തെ നമ്മൾ സ്തുതിക്കുകയാണ്. സ്വർഗസ്നായ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പ്രാർത്ഥനയെ ചൊല്ലിക്കൊണ്ട് സ്തുതിക്കാൻ തന്റെ ഏകജാതനെ നമുക്ക് നൽകുവാൻ തക്കവിധം അത്രമാത്രം നമ്മെ സ്നേഹിച്ച ആ സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തെ നമ്മൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയുമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുടെ. ആ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പിതാക്കന്മാരെ വലിയ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ അർത്ഥം മനസ്സിലാക്കി പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. അന്നത് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥന ഇതിനു വേണ്ടിയാണ്. അന്നത് വേണ്ട ആഹാരം ഭക്ഷണകര ഒരാഴ്ചയിലുള്ള ഫുഡ് നമ്മുടെ ഫ്രീസിരിപ്പോണം. എന്താണ് ഈ അന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥന. ഈ ആഹാരം എന്ന് പറയുന്നത് നമുക്ക് അവരുടെ ഇറച്ചിയും ഒന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് ആത്മീയ ഭക്ഷണമാണ്. ആത്മീയ ഭക്ഷണം ഒന്നാമത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ അധരങ്ങൾ എന്ന് പറയപ്പെടുന്ന വചനം കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നത്. ഓരോ ദിവസത്തിന് ആവശ്യമായ വചനമാകുന്ന അപ്പം ഞങ്ങൾക്ക് നൽകണമെന്ന് ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്. കാരണം വചനം കുറിച്ച് തരാൻ പോവുകയാണ്. അതിന് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാമോ നമുക്ക് ശുശ്രൂഷയാണ്. അപ്പൊ ആ വചനമാകുന്ന അപ്പം ഞങ്ങൾക്ക് നൽകണമേ. വചനം കൊണ്ട് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം കൊണ്ട് മാത്രമല്ല, വചനം കൊണ്ട് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി രണ്ടാമത് അപ്പം എന്ന് പറയുന്നത് നമുക്കറിയാം വിശുദ്ധ കുർബാനയാണ് അല്ലെ? വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയാകുന്ന ആ ഭോജനം ഞങ്ങൾക്ക് നൽകണമേ. അത് യോഗ്യതയോടുകൂടെ ഇപ്പൊ ഈ ഞാനിപ്പോ ഒരു ഉദാഹരണമായിട്ട് സമാധാനം ആ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് ഈ ആത്മീയ അർത്ഥതരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന കാര്യം ഓർമ്മിപ്പിച്ചു. അങ്ങനെ തന്നെ ഏകജാതനെ നൽകുവാൻ തക്കവിധം നമ്മളെ അത്രമാത്രം സ്നേഹിച്ച ആ പിതാവായ ദൈവത്തിന്റെ വലിയ രക്ഷാപദ്ധതിക്ക് നമ്മുടെ മാലാഖമാരും മനുഷ്യനും ചേർന്ന് സ്തുതിക്കുകയാണ് നമ്മൾ ആ കർമ്മത്തിലൂടെ ചെയ്യുന്നത്. അടുത്തത് ശുശ്രൂഷ എപ്പോഴും പറയുന്ന ഒരു ആഹ്വാനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട്, നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട്. എന്ന് വെച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മളോട് ഉണ്ടായിരിക്കട്ടെ, നമുക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ, സമാധാനമായി വിശിക്കാം നമ്മോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ആ വിശിഹായോട് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യാവതാരത്തിലൂടെ ദൈവം മനുഷ്യനെ അവതരിച്ചിട്ടുണ്ട്. എല്ലാവരും ദൈവം നമ്മോട് കൂടെ വന്നു കഴിഞ്ഞു. ആ ദൈവത്തോട് നമ്മുടെ കൂടെ വസിക്കുന്നവനായ ആ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയാണ് യഥാർത്ഥ സമാധാനം അല്ലെ? ആ സമാധാനം ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നത്. കാരണം ഇങ്ങനെ ചൊല്ലുവാൻ പോകുന്ന സ്വസായിലേക്ക് ആ സമൂഹത്തിന്റെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ആഹ്വാനം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് പിന്നെ അതിനൊരു സ്വസായുണ്ട്. ഓരോ ദിവസത്തെ സ്വസായൊക്കെ കാർമ്മികം ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ആ സ്വസായുടെ അർത്ഥം മനസ്സിലാക്കി, ആ പ്രാർത്ഥനകളുടെ ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി ആ സ്വസായിൽ പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നത്. ഇനി അടുത്തത് മർമീസ, സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനമായ മർമീസ. ഈ അടുത്ത ഈശോയുടെ മനുഷ്യാവതാരമായി ഇനി അടുത്തത് മർമീസ ചെല്ലുമ്പോൾ ഈശോയുടെ 30 വർഷത്തെ രഹസ്യ ജീവിതത്തെയാണ് നമ്മൾ സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. അതായത് ഏതൊരു യഹൂദന്റെയും പ്രാർത്ഥനകൾ സങ്കീർത്തനങ്ങളായിട്ട് നമുക്കറിയാം. ഈശോ മിശിഹായുടെയും പ്രാർത്ഥനകൾ സങ്കീർത്തനങ്ങളാണ്. അതുകൊണ്ട് ഈ സങ്കീർത്തനങ്ങൾ ചെല്ലുമ്പോൾ ഈശോയുടെ
ഈശോയുടെ വരവിനായുള്ള പഴയ നിയമ ജനതയുടെ കാത്തിരിപ്പിനെയാണ് സങ്കീർത്തനം. കർത്താവിന്റെ വരവിനായിട്ട്, രക്ഷകന്റെ വരവിനായിട്ടുള്ള പഴയ നിയമ ജനതയുടെ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ രക്ഷകന്റെ വരവിനായിട്ടുള്ള പഴയ നിയമ ജനതയുടെ കാത്തിരിപ്പിനെയാണ് ഈ സങ്കീർത്തനം ചെയ്യുമ്പോൾ നമ്മൾ പഴയ ഈ വേഗം വരണമേ, നിങ്ങളെ രക്ഷിക്കണമേ എന്നാൽ വലിയൊരു പഴയ നിയമ ജനതയുടെ ആ വലിയ കാത്തിരിപ്പിന്റെ മനോഭാവത്തോടെ ആ സങ്കീർത്തനങ്ങളൊക്കെ ഉരുവിടാനായിട്ട് സാധിക്കും. ഈശോയുടെ രഹസ്യ ജീവിതത്തെയാണ് ഈ സങ്കീർത്തന മാല മർമീസ ദിനമ്പോൾ നമ്മള് ഈശോയുടെ രഹസ്യ ജീവിതം, ഈശോ രഹസ്യ ജീവിതം, ഈശോ സങ്കീർത്തനങ്ങളൊക്കെ ആലോചിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് ഈശോ ജീവിക്കാൻ ഈശോയുടെ രഹസ്യ ജീവിതത്തെ നമ്മൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഈ മർമീസയുടെ സമയത്താണ് നോക്കുക. അതിനുശേഷം നമുക്കറിയാം റാസായി ശ്രീവാ ചുംബരമുണ്ട്. റാസായി ശ്രീവാ ചുംബരം തുറന്ന് ഇറങ്ങി വന്ന് കടന്നു പോകുമ്പോൾ കാര്യങ്ങൾ ശ്രീവാ ചുംബിക്കുന്നതാണ് നമുക്കറിയാം. അതായത് നമ്മൾ ഇനി അനുഷ്ഠിക്കാൻ പോകുന്ന ഈശോയുടെ വരവാണ്. ശ്രീവായുമായി കാണുകയും വരുന്നത് ഈശോയുടെ വരവാണ്. ഈശോയുടെ പ്രതീകമാണ്. ഈശോ തന്നെയാണ് നമ്മൾ ഖുർആനിൽ ഈശോയുടെ പ്രതീകങ്ങൾ കണ്ടു. ഈശോ ശരീര രക്തങ്ങളിലൂടെ ഈശോ നമുക്ക് യഥാർത്ഥ സാന്നിധ്യമാണ്. ഈശോയുടെ വലിയൊരു സാന്നിധ്യം ശരീര രക്തങ്ങളുടെ സാന്നിധ്യമാണ്. അടുത്ത സാന്നിധ്യം ശ്രീവാണ് ഈശോയുടെ പ്രതീകമാണ്. ഈശോയുടെ പ്രതീകമാണ്. സുവിശേഷം ഈശോയുടെ പ്രതീകമാണ്. സുവിശേഷം ഈശോയുടെ പ്രതീകമാണ്. ശ്രീവായു ഈശോയുടെ ശരീരത്തിന്റെ പ്രതീകമായി, സുവിശേഷത്തെ ഈശോയുടെ ആത്മാവിന്റെ പ്രതീകമായിട്ടാണ് സഭാപിതാക്കളെ വ്യാഖ്യാനിക്കുന്നത്, വ്യാഖ്യാതാക്കള് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ആ ഈശോയെ തന്നെയാണ് ഞാൻ ചുറ്റിയിരിക്കുന്നത്. രക്ഷയുടെ മഹാരഹസ്യത്തെ അനുസ്മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായ ശ്രീവായെ നമ്മൾ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നു. ഈശോ സിഹായെ നമ്മൾ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നു. ആ ഗീതത്തിന്റെ ഗംഗയുടെ ഗീതത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ആ ശ്രീവാചകത്തിൽ രക്ഷ സ്വന്തമാണ്. ഈ കുർബാന അർപ്പണത്തിലൂടെ ഈ രക്ഷ എനിക്ക് സ്വന്തമാക്കണം. ആ ഒരു ആഗ്രഹത്തോടെ ശ്രീവായെ ചിന്തിക്കുവാനായിട്ട് ശ്രീവായോട് ബഹുമാനം, ഈശോയോട് ബഹുമാനം കാണിക്കാം. പിന്നെ വരുന്നത് ഉത്ഥാനഗീതമാണ്. ഉത്ഥാനഗീതം യാതുമാര സർവാധിപനാം കർത്താവേ എന്ന ഗീതം. അവിടെ നമ്മൾ അനുഷ്ഠിക്കുന്നത് എന്താണ്? ഈശോയുടെ മാമോദീസായ ഈശോയുടെ മാമോദീസ. സർവാധിപനാം കർത്താവേ എന്നാണ് വാക്കുപാടുമ്പോൾ നമ്മുടെ മനസ്സാകുന്ന വലിയ സ്ത്രീയിൽ ഈശോയുടെ മാമോദീസായി കാണാം. ഈശോയുടെ മാമോദീസാവേളയിൽ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധ റൂഹ പ്രാവണിയെ പോലെ ഈശോയുടെ മേൽ ഇറങ്ങി വന്ന് വസിച്ചു. 30 വർഷം രഹസ്യമായി ജീവിച്ച അവിടുന്ന് തന്റെ ശരീരത്തിൽ പരസ്യമായി പ്രത്യക്ഷപ്പെടും. അങ്ങനെ പരിശുദ്ധ തൃത്വത്തിന്റെ മഹാരഹസ്യത്തെ ചരിത്രത്തിൽ ആദ്യമായി വെളിപ്പെടുത്തപ്പെടുന്ന ആ ഒരു സമയമാണ് ഈശോയുടെ മാമോദീസ. ഈ സർവാധിപനാം കർത്താവേ എന്ന് പ്രാർത്ഥന ചെയ്യുമ്പോൾ ആ ഈശോയുടെ മാമോദീസായി അനുസ്മരിച്ചുകൊണ്ട് അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ മധുബഹായുടെ വിരി തുറക്കുമ്പോൾ ആ ഈശോയുടെ മാമോദീസയുടെ സമയത്ത് സ്വർഗം തുറന്ന് പിതാവായ ദൈവത്തിന്റെ ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ സംപ്രീതനായിരിക്കുന്ന വചനം തന്നെ പരിശുദ്ധ റൂഹ പ്രാവണിയെ പോലെ ഈശോയുടെ ഇറങ്ങി വസിച്ചതിനെ നമ്മള് സ്മരിക്കണം. അതാണ് നമ്മൾ അനുഷ്ഠിച്ചത്. ആ അനുഷ്ഠാനം കാണുമ്പോൾ ആ ഈശോയുടെ മാമോദീസയുടെ മഹാരഹസ്യത്തെ നമ്മൾ സ്മരിക്കണം, സ്തുതിക്കണം, നന്ദി പറയണം. നമ്മൾ 3 പ്രാവശ്യം ആവർത്തിച്ച് ഈ സർവാധിപന കർത്താവേ ഒന്നാമത് നമ്മൾ സർവാധിപന കർത്താവേ ചെയ്യുമ്പോൾ ഈശോയുടെ യോർദാനദി ഈശോയുടെ ഇറങ്ങുന്നു, പോകുന്നു, എഴുന്നേൽക്കുന്നു, സ്വന്തം കടന്നു. ഇവിടെ അത് യാഥാർത്ഥ്യമാണ്. എന്റെ കൺമുമ്പിൽ ഈ പള്ളിയിൽ ഈ പരിശുദ്ധ മധുബഹായിൽ അത് ആ സ്വർഗം തുറക്കപ്പെടുകയാണ്. അപ്പൊ നമ്മള് ആ സ്വർഗത്തെ നോക്കി മുമ്പിട്ട് ആചാരം ചെയ്താണ് പരിശുദ്ധത്വത്തിന് മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുമ്പോൾ അവിടെ പരിശുദ്ധത്വമുണ്ട്. ആ വലിയ പരിശുദ്ധത്വത്തിന്റെ സിംഹാസനമാണ്. അവരിടത്തിന് മധ്യത്തിൽ പിതാവായ ദൈവമുണ്ട്, വലതുവശത്ത് പുത്രനായ ഈശോയുണ്ട്, വലതുവശത്ത് പരിശുദ്ധാത്മാവായ ദൈവമുണ്ട്. ആ ത്രിത്വത്തെ നമ്മൾ വലിയിടത്തിൽ കാണണം. മധുബഹായ ത്രിത്വത്തെ കാണണം. ത്രിത്വത്തിന്റെ യഥാർത്ഥ സാന്നിധ്യം അവിടെ ഉണ്ട്. ആ ത്രിത്വത്തിന് മുമ്പിൽ നമ്മുടെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, ആത്മാവ് കൊണ്ട് നമുക്ക് അവിടുത്തെ ശരീരം കൊണ്ട് ആരാധന. ഈ ഒന്നാമത്തെ ഈ സർവാധിപനം ചെയ്യുമ്പോൾ ഈശോയുടെ മാമോദീസായി വരണം. രണ്ടാമത്തെ സർവാധിപനം ആരോഗ്യം ചെയ്യുമ്പോൾ നമ്മുടെ മാമോദീസായി വരണം.
ഈശോയുടെ മാമോദീസായുള്ള പങ്കാളിത്തമാണ് നമ്മുടെ ഓരോരുത്തരെയും മാമോദീസ. ഈശോയുടെ മാമോദീസായുടെ നമ്മൾ ഈശോ അവിടുത്തെ മാമോദീസ പങ്കാളിയാകുന്നു. ഈ മൂന്നാമത്തെ പ്രാർത്ഥന തരുമ്പോൾ നമ്മുടെ മാമോദീസായോട് നമുക്ക് എന്നാ സംഭവിച്ചത്? നമ്മുടെ പരിശുദ്ധ കുടുംബത്തിന്റെ അംഗമായി നമ്മൾ മാറി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ത്രീ സർവാധികാരോ നമ്മുടെ മാമോദീസായുടെ പരിശുദ്ധ കുടുംബത്തിലെ അംഗമായി നമ്മെ ചേർത്ത ആ പരിശുദ്ധത്തിന് ഇതിന് പകരം മറ്റൊരു അനുഗ്രഹം നമുക്ക് കിട്ടാനായിട്ടില്ല. അതേ ഓർമ്മ ഗീതം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സർവാധിപനായ കർത്താവ് ഈശോയുടെ മാമോദീസായി ഓർക്കുന്ന ഈ ഗീതത്തിന് ഉത്ഥാന ഗീതം എന്ന് പറയാൻ കാരണം എന്താണ്? ഈശോയുടെ മാമോദീസ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മരണവും സംസ്കാരം ഉത്ഥാനം തന്നെയാണ്. മാമോസ മുങ്ങാന്ന് പറയല്ലേ, മാംസ മുങ്ങാൻ ജലത്തിൽ 3 പ്രാവശ്യം മുക്കിയാണ് കുഞ്ഞിനെ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ മുങ്ങി പൊങ്ങുക എന്ന് പറഞ്ഞാൽ അത് കൗദാശികമായ മാമോദീസ വരുന്നതും ഈശോയോടൊപ്പം മരിച്ച് അവരോട് ഉയർത്തിയാണ്. ആണ് പൗലോസ്ലിഹ പൗലോസ്ലിഹയുടെ ദൈവശാസ്ത്രമാണ്. ഈശോയോട് കൂടെ മരിച്ച് സംസ്കരിക്കപ്പെട്ട് ഉദ്ധാരണം ചെയ്യപ്പെടാൻ വേണ്ടി മാമോദീസ സ്വീകരിച്ചു. ഈശോയോടൊപ്പം സംസ്കരിക്കപ്പെടാൻ വേണ്ടി മാമോദീസ സ്വീകരിച്ചവരായ നമ്മൾ എന്ന് പൗലോസ്ലിഹ. എന്തുകൊണ്ടാണ് പൗലോസ്ലിഹ ഈശോയുടെ മരണത്തിനും സംസ്കാരത്തിനും ഉത്ഥാനത്തിനുള്ള പങ്കുചേരലാണ് നമ്മുടെ മാമോദീസ എന്ന് പൗലോസ്ലിഹ എവിടെ നിന്ന് കിട്ടി? ഈശോയിൽ നിന്ന് കിട്ടി. ഈശോ തന്നെ മരണത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും പറയുന്നത് എന്താണ്? എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ട്, അത് പൂർത്തിയാകുന്നവരെ ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു. അപ്പോൾ ഈ മാമോദീസ എന്ന് പറഞ്ഞാൽ ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിനുള്ള പങ്കുചേരണം. ഈ മാമോദീസയെ അനുസ്മരിക്കുന്ന ഈ ഗീതത്തിന് ഉത്ഥാന ഗീതം എന്ന് പറയുവാനും കൂടെ ഒരു കാരണം അതാണ്. ഇനി വേറെ കാര്യം ഓർക്കുക, സ്വർഗ ദർശനം, സ്വർഗം തുറക്കപ്പെടുകയാണ് അല്ലെ? വിരി തുറത്ത സ്വർഗം തുറക്കപ്പെടുകയാണ്. നമുക്ക് ഓർക്കുക, പഴയ നിയമത്തിൽ യേശയ്യാനിത്യായിട്ട് ഒരു ദർശനം ഉണ്ടായി അല്ലെ? സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതായി ഞാൻ കണ്ടു. അപ്പൊ അവിടെ തെരുവുകളുണ്ട്, അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 എണ്ണം ദൈവത്തിന്റെ പരമ പരിശുദ്ധിയെ ദർശിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ്, അയോഗ്യത. അതാണ് പത്രോസിനും ഉണ്ടായത്. വലിയ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് കർത്താവാണ് എന്ന് പറഞ്ഞു. ഇത് കർത്താവാണ്, ഉദാഹരണത്തിന് കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് കടലിലേക്ക് എടുത്തിയാടില്ല. കർത്താവെ, അതിനു മുമ്പ് പത്രോസിനെ വിളിക്കുന്ന സമയത്ത് കർത്താവെ ഇതിന് അകന്നു പോകണേ, ഞാൻ ആദ്യമായ മനുഷ്യനാണ്, അകന്നു പോകണേ. വലിയ കർത്താവ് പ്രവർത്തി ചെയ്യുമ്പോൾ കർത്താവിന്റെ മഹത്വം പരിശുദ്ധി ദർശിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവെ ഞാൻ ഭാവിയായ മനുഷ്യൻ ഇതിന് അകന്നു പോകണേ. സർവാധികാര കർത്താവെ എന്ന പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ആ സ്വർഗീയ മഹത്വം ദർശിക്കും. ഒന്നാമത്. രണ്ടാമത് അത് ആരംഭിക്കുമ്പോൾ എനിക്ക് അയോഗ്യത, ഞാൻ ഭാവിയായ മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ മാമോദീസ സ്വീകരിക്കുന്നത്. ഭാവികൾക്ക് വേണ്ടിയുള്ള മാമോദീസ. അശുദ്ധമായ അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിച്ച് എന്റെ മാമോദീസ കഴുകി ശുദ്ധീകരിച്ച് ഞാൻ കുടുംബത്തിലെ അംഗമായി തീരുന്നു. ദിവ്യയുടെ അധരങ്ങളിൽ തീക്കട്ട കൊണ്ടുവച്ച് ശുദ്ധീകരിക്കുന്ന പോലെ മാമോദീസായി നമ്മൾ ശുദ്ധീകരിച്ച് വിശുദ്ധരായ സ്വർഗത്തിന്റെ അവകാശമായി ആ ഒരു ശുദ്ധിയോടുകൂടെ പ്രാവശ്യം ആവർത്തിക്കുന്നത്. ഇതൊക്കെ ഒരു പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ എല്ലാം ഈ ഒരു ദൈവാനുഭവം നമുക്ക് ഉള്ളതില്ല. 3 പ്രാവശ്യം ആവർത്തിക്കുന്നത് ഘട്ടം ഘട്ടമായി ദൈവത്തിന്റെ ആ വലിയ മഹത്വം പരിശുദ്ധി ദർശിക്കാനും നമ്മുടെ അശുദ്ധിയെ കുറിച്ച് അയോഗ്യതയെ കുറിച്ച് ചിന്തിക്കുവാനും മാമോദീസയിലൂടെ അല്ലെങ്കിൽ ഈശോയുടെ വീട്ടിലുള്ള സംസ്കാരത്തിലൂടെ കുടുംബത്തിലേക്ക് നമ്മളെ കുറിച്ച്
ആ രക്ഷാകരമായ അനുഭവം വ്യക്തിപരമായ ആവർത്തിക്കുവാനുള്ള അവസരം നമുക്ക് നൽകിക്കൊണ്ട് ആ രക്ഷാകര രഹസ്യത്തിൽ നമ്മളെ ഉൾച്ചേർക്കുന്നത് മനസ്സിലാക്കുക. അടുത്തത് വരുന്നത് അവിടെ ധൂപാർപ്പണമുണ്ട്. അതിന്റെ ആ പ്രാർത്ഥന ധൂപാർപ്പണത്തിന്റെ പ്രാർത്ഥനയിൽ തന്നെ എന്തിനു വേണ്ടിയാണ് ധൂപം എന്നുള്ളത് ഒക്കെ പാപം ദൈവത്തിന് ധൂപം മധുവായി രൂപിക്കുമ്പോൾ ദൈവത്തിലെ വലിയ മഹത്വത്തെയും പിന്നെ നമ്മുടെ ഇടയിലേക്ക് അത് രൂപം കൊണ്ടുവരുമ്പോൾ നമ്മുടെ പാപമോചനത്തെയും ഒക്കെ ഓർത്ത് നമുക്ക് ആ തിരുക്കർമ്മത്തിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ത്രൈശുദ്ധ കീർത്തനമാണ്. അപ്പൊ അങ്ങനെ നമ്മള് ശുശ്രൂഷ സമാപിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ത്രൈശുദ്ധ കീർത്തനം. അതായത് ത്രൈശുദ്ധ കീർത്തനം പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ ബലത്തിനെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ എന്ന് 3 പ്രാവശ്യം മാറി. സ്വർഗം തുറക്കപ്പെട്ടു, സ്വർഗീയ ദർശനമുണ്ടായി. ആ തൃത്വത്തെ സ്തുതിക്കുന്ന സ്വർഗത്തിന്റെ പരിശുദ്ധിയെ തൃത്വ രഹസ്യത്തെ കടന്നുകൊണ്ട് ആ തൃത്വത്തെ ആരാധിക്കുന്ന കീർത്തനമാണ്. അത് ഇതേപോലെ തന്നെ യേശയ്യായുടെ ആ മനോഭാവത്തോടെ അതിന് പങ്കെടുക്കണം. സ്വർഗം ആ ദൈവത്തിന്റെ പരിശുദ്ധിയെ, ദൈവത്തിന്റെ വലിയ മഹത്വത്തെ ദർശിക്കുന്നു. നമ്മുടെ അശുദ്ധിയെ, നമ്മുടെ അയോഗ്യത ബോധത്തെ ചിന്തിക്കുന്നു. ആ പരിശുദ്ധിയിൽ കരുണയുണ്ടാകണം. ആ പരിശുദ്ധിയിൽ ഞങ്ങളെയും അക്കാളിയാക്കണം. ഈശോ കുർബാനയിലൂടെ ആ പരിശുദ്ധിയിൽ എന്നെയും അക്കാളിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കീർത്തനം പറയാം. അത് ഇനി വരാൻ പോകുന്ന വചന ശുശ്രൂഷയാണ്. വചന ശുശ്രൂഷകളാണ്. ആ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കാൻ പോകുന്ന ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യത്തിന്റെ സ്മരണ നമ്മൾ നടത്തുകയാണ്. പരിശുദ്ധനായ ദൈവം വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ ബലവാനായ ദൈവം വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. അമൃതനായ എന്നും ജീവിക്കുന്നവനായ ദൈവം, സജീവനായ ദൈവം ഇന്ന് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കാൻ ആ ദൈവത്തിന്റെ സജീവമായ ജീവിക്കുന്ന ആ സാന്നിധ്യത്തിലേക്ക് നമ്മളെ ഉൾച്ചേർക്കുകയാണ് ആ പരിശുദ്ധ ദൈവത്തിന്റെ. പിന്നീട് നമുക്കറിയാം പരിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയിൽ നമുക്ക് 4 വായനകളാണുള്ളത്. നമുക്കറിയാം ഈ പരിശുദ്ധ കുർബാന 2 മേശകളിലാണ് അർപ്പിക്കപ്പെടുന്നത്, അല്ലെ? 2 മേശകളിലാണ് അർപ്പിക്കപ്പെടുന്നത്. ഏതൊക്കെ മേശ? ഒന്ന് വചനത്തിന്റെ മേശ, വചനത്തിന്റെ മേശയും അപ്പത്തിന്റെ മേശയും. അപ്പത്തിന്റെ മേശയും ബലിപീഠം. 2 പേരയും ബലിപീഠവും 2 മേശകളാണ് അർപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് 2 മേശകൾ? 2 ഭോജനങ്ങളാണ്. 2 ഭക്ഷണങ്ങൾ. വചനത്തിന്റെ മേശയിൽ നിന്ന് അപ്പത്തിന്റെ മധുഭാഗിൽ നിന്ന് വിശുദ്ധ കുർബാനയാകുന്ന ശരീര ഭക്ഷണവും നമുക്ക് നൽകും. ഇതിനാണ് പോയ ശിഷ്യന്മാരുടെ ആ സംഭവം പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയാണ്. എന്താണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ? ജെറൂസലേമിൽ നിന്ന് അമ്മാവൂസ് എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ്. യാത്ര ചെയ്യാൻ വഴിയെ യാത്ര ചെയ്യുമ്പോൾ സഹയാത്രികനായി ഈശോ ഒന്നിച്ചുകൂടിയിട്ട് ഈശോ അവരോട് സംസാരിക്കുക, അല്ലെ? വഴിമധ്യേ സംസാരിച്ച് ഒരു പല കാര്യങ്ങളൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോയി അവസാനം ഗ്രാമത്തോട് അടുത്തു. ഈശോ മുന്നോട്ട് പോകുകയാണെന്ന് ഭാവിച്ചു. അവരെ വിളിച്ച് മാനെ തോന്നിയ കർത്താവേ, ഞങ്ങളുടെ കൂടെ വസിക്കണം. അവിടെ വസിക്കാനായിട്ട് വീടിനുള്ളിൽ പ്രവേശിച്ചു. അവിടെ അപ്പം മുറിച്ചതോടെ അവർ ഈശോയെ തിരിച്ചറിഞ്ഞു. ഈശോ അപ്രത്യക്ഷനായി. അപ്പോൾ അവർ പറയാം, വഴിയിൽ വെച്ച് അവൻ വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം വിളിച്ചതിനെ അവർ മടങ്ങിയിട്ട് പോയി. അവിടെ 2 കാര്യങ്ങളാണ്. വഴിയിൽ വെച്ച് ഈശോ അപ്പം മുറിക്കുകയാണ്. നമ്മുടെ കുർബാനയിൽ അങ്ങനെയാണ്. ബേമ എവിടെയാണ് കിടക്കുന്നത്? ആ സഖോമയാവുന്ന ആ വഴിയിലാണ്. വഴിയിൽ വെച്ച്, വഴിയുടെ മധ്യത്തിൽ വഴിയിൽ വെച്ച് വചനം നമുക്ക് മുറിച്ചറിയണം. വചനം അതാണ് ഈ വചന ശുശ്രൂഷ. നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കണം. അവിടെ വചന ശുശ്രൂഷയിൽ വചനം ശ്രമിച്ച്, വചനം ധ്യാനിച്ച്, വചനത്തിന്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കി, വചനത്താൽ ഹൃദയം ജ്വലിച്ചവരായി തീർന്നെങ്കിൽ മാത്രമേ മുറിക്കുള്ളിൽ, വീടിനുള്ളിൽ, ഗിരിക്കുള്ളിൽ മധുമഹായി പ്രവേശിച്ച് അപ്പം മുറിക്കപ്പെടുമ്പോൾ നമുക്ക് ഈശോയെ തിരിച്ചറിയാൻ സാധിക്കും. വചന ശുശ്രൂഷയിലൂടെ, വചനത്തിലൂടെ ആദരനാകുന്ന ഈശോയിൽ നിന്ന് ഹൃദയം ജ്വലിച്ചെങ്കിൽ മാത്രമേ അപ്പത്തിലൂടെ പ്രത്യക്ഷനാകുന്ന ഈശോയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ വചന ശുശ്രൂഷ
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വചന ശുശ്രൂഷ, ഈ അമ്മാവൂസിലേക്കുള്ള യാത്രയിൽ വഴിമാറ്റിയ ഈശോ എങ്ങനെയാണ് വചനം വ്യാഖ്യാനിച്ചത്? എങ്ങനെയാണ്? മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നവ അവനവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മറ്റൊരു ഭാഗത്ത് സങ്കീർത്തനങ്ങളിലും എന്നുകൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നവ അവനവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതാണ് നമ്മുടെ കുർബാനയുടെ വചന ശുശ്രൂഷ. ഒന്നാം വായന മോശയുടെ നിയമം, രണ്ടാമത് വായന പ്രവാചക ഗ്രന്ഥങ്ങളിൽ. മനസ്സിലായോ? അപ്പൊ ഈശോ ചെയ്ത ഉദ്ധാനം ചെയ്ത ഈശോയുടെ ആദ്യത്തെ കുർബാന അർപ്പണത്തിന്റെ മാതൃക തന്നെയാണ് പരിശുദ്ധാത്മാവിനെ പ്രേരിതരായി നമ്മുടെ സഭാപിതാക്കന്മാർ നമുക്ക് കൈമാറുന്ന പരിശുദ്ധ കുർബാന അർപ്പണം. ആദ്യം മോശയുടെ നിയമത്തിൽ നിന്ന് വായിക്കും പഴയ നിയമം, ഒന്നാം വായന. രണ്ടാം വായന നിയമ പുസ്തകത്തിൽ നിന്ന്. ഇത് മനസ്സിലാക്കാതെയാണ് പഴയ നിയമം ഒരെണ്ണം വായിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ ആദിമകാലങ്ങളിൽ പൂർവ്വപിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും നമ്മോട് സംസാരിച്ച ആ ദൈവം വെളിപ്പെടുത്തുകയാണ്. പൂർവ്വപിതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും വെളിപ്പെടുത്തുന്ന ആ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. പൂർവ്വപിതാക്കന്മാരോടും പ്രവാചകരോടും സംസാരിച്ച ആ ദൈവം ഇന്ന് ഈ ഒന്നാം വായന, രണ്ടാം വായന, പഴയ നിയമ വായനകളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. പിന്നീട് ലേഖന വായനകൾ 4 വായനകൾ. പിന്നീട് മൂന്നാമത്തെ വായന ലേഖന ശ്രീഹേരി. അതായത് ഈ ലേഖന വായന എന്ന് പറയുന്നത് സ്നാപക യോഹന്നാന്റെ ആഹ്വാനമായിട്ടാണ്. വഴിയൊരുക്കാൻ, സുവിശേഷത്തിന് വഴിയൊരുക്കുന്ന സ്നാപക യോഹന്നാന്റെ ആഹ്വാനമായിട്ടാണ് ലേഖനം. സ്നാപക യോഹന്നാൻ പല പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് ഈ ഈശോയുടെ വരകനാണ് വഴിയൊരുക്കുന്നത്. പോരാൻ ലേഖനത്തിൽ പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നിന്നാണ് വായിക്കാനുള്ളത്. പൗലോസ്ലീഹ നൽകുന്ന ആത്മീയ ഉപദേശങ്ങൾ, ക്രൈസ്തവ ജീവിതത്തിന് ആവശ്യമായ ആത്മീയ ഉപദേശങ്ങൾ, മിശിഹായെ സ്വീകരിക്കുവാൻ, സുവിശേഷത്തെ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു പ്രായോഗികമായ ഒരുക്കത്തിന്റെ മാർഗനിർദ്ദേശങ്ങളാണ് ലേഖനമാകുന്നത്. പിന്നീട് സുവിശേഷ വായനക്കാരെ ഈശോയെ തന്നെയാണ് സുവിശേഷത്തിലുള്ളതാണ്. ഈ സുവിശേഷ വായനയുടെ സമയത്ത് നമ്മൾ സുവിശേഷം എടുത്തുയർത്തി മുഖം മറച്ചു പിടിച്ചുകൊണ്ടാണ് വരുന്നത്, അല്ലെ? അതായത് കാർമികന് തന്നെ ബോധ്യമുണ്ടാകണം. ഞാനല്ല ഇവിടെ സംസാരിക്കുന്നത്, ഇവിടെ വചനം പ്രഘോഷിക്കുന്നത് ഞാനല്ല, ഈശോയുടെ നാവാകുവാനായിട്ട് കാർമികന് സാധിക്കണം. സ്വന്തം വികാരത്താൽ വിധേയപ്പെട്ടുള്ള പ്രസംഗങ്ങളോ പ്രഘോഷങ്ങളോ അല്ല നടത്തേണ്ടത്. പിന്നീട് സുവിശേഷ വായനയുടെ സംവിധാനം ഞാനല്ല, ഈശോയാണ് എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ മുഖം മറച്ചു പിടിച്ചുകൊണ്ടാണ് പ്രവേശിക്കുന്നത്. അത് കാണുന്ന വിശ്വാസി എന്താണ്? ഈ അച്ഛന് വിശേഷം വായിക്കുകയല്ല, ഈശോ വിശേഷം പ്രഘോഷിക്കുകയാണ്. ഈശോ എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്നു. ഈശോ എന്നോട് എന്തോ ഒരു സന്ദേശം, ഇന്നത്തെ ദിവസത്തിന് ആവശ്യമായ ഒരു സന്ദേശം വ്യക്തിപരമായിട്ട് എനിക്ക് നൽകാൻ സാധിക്കുന്നു. ആ വചനം വായിക്കുമ്പോൾ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർക്കുണ്ടായ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിച്ച ഒരു അനുഭവം നമുക്ക് ഉണ്ടാവണം. അങ്ങനെ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഈശോ നമ്മോട് സംസാരിക്കണം. ഈശോ എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്നു. ഈശോ എന്റെ ജീവിതത്തിലെ ചില സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. ഈശോ എന്റെ ജീവിതത്തിലെ ചില തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ഞാൻ ബുദ്ധിമുട്ടുമ്പോൾ ഈശോ എനിക്ക് ചില വെളിപാടുകൾ നൽകുന്നു. ഈശോ എന്റെ ജീവിതത്തിന് ആവശ്യമായ ഒരു ബോധ്യം നൽകുന്നു. അപ്പൊ ഈശോ എന്നോട് വ്യക്തിപരമായി, എന്റെ ഈശോ എന്നോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. ഓരോ സുവിശേഷ വായന, പഴയ നിയമ വായന, ലേഖന വായന, സുവിശേഷ വായന കഴിയുമ്പോൾ നമുക്ക് സ്വന്തം ഈശോ ഈ ദിവസത്തിന് ആവശ്യമായ വലിയൊരു വചനമാണ്. ആ വചനം നമുക്ക് ആ ദിവസം കൂടുതൽ ഒരു വചനം, അല്ലെങ്കിൽ ചില ഒരു ആശ്വാസ വാക്കുകളാണ്, ഒരു സന്ദേശമാണ്, ഒരു വഴി കാണിച്ചു തരുന്ന ആ ഈശോയുടെ ആ സ്വരം ശ്രമിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഹൃദയങ്ങൾ ജോലിക്കാൻ ഈശോ ആ ഒരു ആഗ്രഹത്തോടെ നമ്മളായിരിക്കണം, അല്ലെ? കർത്താവേ സംസാരിച്ചാലും ദാസനിക ശ്രമിക്കുന്നവർ എന്ന് പറഞ്ഞ ആരാണ്? സാമൂഹ്യം, അല്ലെ? പറഞ്ഞത് അതുപോലെ കർത്താവേ സംസാരിച്ചാലും ദാസനിക ശ്രമിക്കുന്നു എന്ന മനോഭാവത്തോടെ ആ സുവിശേഷ വായനയെ കേൾക്കാൻ അതിനുള്ള ഒരുക്കമായിട്ട് നമുക്ക് ശുഭ്രായും ദുർഗാമകളും ഹല്ലേലൂയ ഗീതവും ഒക്കെ ഉണ്ട്.
അതുപോലെ തന്നെ സുവിശേഷ പ്രഘോഷണം, പ്രസംഗം എന്ന് പറയുന്ന സുവിശേഷത്തിന്റെ വ്യാഖ്യാനം, സുവിശേഷം കാലത്തിന്റെ ചൈതന്യത്തിനനുസരിച്ചുള്ള സുവിശേഷ വ്യാഖ്യാനം സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണും. അതിനുശേഷം കാലസൂസനം സൃഷ്ടിയുടെ പേയാണ്. അതിനുശേഷം കാലസൂസ അതായത് വചനത്തിലൂടെ ഈശോ സ്വയം വെളിപ്പെടുത്തി, വചനത്തിലൂടെ ഈശോ സ്വയം വെളിപ്പെടുത്തിയെങ്കിൽ ആ വചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരണമെന്നാണ് കാലസൂസനം. ആ വചനത്തോട് പ്രതികരിച്ചുകൊണ്ട് ആ വചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യം ഫലഭൂഷമായ മത്സരവും സ്വന്തമായ ലോകം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാലസൂസ ഭൗതികമായ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാലസൂസയും. എന്നാൽ രണ്ടാമത്തെ കാലസൂസ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള കാലസൂസയാണ്. എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയാണ്? ഈ ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഭൗതികമായ സൃഷ്ടി ഉണ്ടാകണം. വയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് കുർബാനയ്ക്ക് പോകുന്നില്ല, ഭയങ്കര വിശപ്പൊക്കെയാണ്. ഇപ്പൊ ശാരീരികമായി ഒരു കേസൊക്കെ യോഗ്യായി കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് മനസ്സിലായി ഭൗതിക. അപ്പൊ ഒന്നാമത്തെ കാലസൂസ എന്തിനു വേണ്ടിയാണ്? രണ്ടാമത്തെ കാലസൂസയ്ക്ക് വേണ്ടിയുള്ളതാണ്. എന്നുവെച്ചാൽ ആത്മീയ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനും അതിൽ നിലനിർത്തുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരാൻ വേണ്ടിയാണ് ഒന്നാമത്തെ കാലസൂസ. ആ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി എനിക്ക് കിട്ടണം അതിനുള്ള സഹായം. എന്നിട്ട് ഈ ആത്മീയ അനുഗ്രഹങ്ങളിൽ ഞാൻ വളരുന്നത്, അതാണ് ലക്ഷ്യം. പക്ഷെ നമ്മളിപ്പോ സംഭവിച്ച എന്താണ്? ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം കൊണ്ട് നിർത്തി രണ്ടാമത്തെ കാലസൂസ ചെയ്തത് ലക്ഷ്യം ആത്മീയ അനുഗ്രഹമായിരുന്നു. സമാധാനത്തിന്റെ അനുഗ്രഹത്തിന്റെ മാനാകണമെന്ന് ഞാൻ വിധി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഇത് തുടങ്ങി സമാധാനവും അനുഗ്രഹവും പരസ്പര സ്നേഹവും അനുരഞ്ജനവും ഇങ്ങനെയുള്ള ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഇപ്പൊ പലപ്പോഴും കുർബാനയിൽ ഒഴിവാക്കി കളയുക എന്നുള്ളത് നമ്മുടെ ഒരു ആത്മീയ പാപ്പരത്വമാണെന്ന് മനസ്സിലാക്കും. ഓക്കെ, അടുത്ത നമ്മൾ പെട്ടെന്ന് ഓർച്ചു പോവാണ്. പിന്നീടുള്ളത് ശ്യാമീല പ്രാർത്ഥനയാണ്. അതായത് വചന ശുശ്രൂഷയുടെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുക, കൈയുപരിച്ച് ആശീർവാദം സ്വീകരിക്കും എന്ന പ്രാർത്ഥനയെ നമ്മളെ അയോഗ്യരായവരെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് ആശീർവാദം കൊടുത്ത് ഒരു വചന ശുശ്രൂഷ അവസാനിപ്പിക്കുക. അടുത്ത അയോഗ്യരായവരെ പറഞ്ഞിടുക, നമ്മളിപ്പോൾ സ്വീകരിക്കുകയും ജീവന്റെ എന്ന ഇതൊരു പ്രാർത്ഥന. ഇത് അയോഗ്യരെ ആയവരെ പങ്കെടുപ്പിക്കാതെ അവരെ മാറ്റുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. യോഗ്യതയോട് കൂടിയേ ഇനി ഈ വിശുദ്ധ യോഗ്യതയുള്ളവർ മാത്രമേ ഈ മഹാരഹസ്യത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. ഇതിൽ യൂദാസിന് സംഭവിച്ചത് നമുക്കും സംഭവിക്കും. അതുകൊണ്ട് മാമോദീസ സ്വീകരിക്കാത്തവർക്ക് പോകാം, ജീവന്റെ അടയാളം സ്വീകരിക്കാത്തവർക്ക് പോകാം, പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലാത്തവർക്ക് പോകാം, ശ്രോതാക്കള് വാദിക്കൽ കാവൽ നിൽക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അത് ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ആത്മീയമായി ഒരുക്കമുള്ളവരായിരുന്നു. മാമോദീസ സ്വീകരിച്ച് ജീവന്റെ അടയാളം സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് എല്ലാവരും ആത്മീയ ഒരുക്കമുള്ളവർ മാത്രമേ ഈ കുർബാനയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ നമ്മൾ റാസായി സാഷ്ടാംഗ പ്രണാമമുണ്ട്. അതായത് അവിടെ വെച്ചാണ് പ്രധാന കാർമികനെ നമ്മള് ട്രഡീഷണൽ ആയിട്ട് സെലക്ട് ചെയ്തിരുന്നത്. പ്രധാന കാർമികനെ പലരും കൂടി വൈദികരുടെ പ്രധാന കാർമികനെ വെച്ച് സെലക്ട് ചെയ്യുമ്പോൾ പ്രധാന കാർമികൻ ബലിയർപ്പിക്കാൻ അയോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിൽ വേലയിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ്. തന്റെ അയോഗ്യത എത്തിക്കൊടുക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഒരു ആധ്യാത്മികമായ തയ്യാറെടുപ്പാണ്. അവിടെ സ്വർഗത്തേക്ക് കാര്യങ്ങൾ ഉയർത്തിയവൻ എന്ന് പറയുന്ന മുട്ടുകൊത്തി സ്വർഗത്തിലേക്കൊപ്പമില്ല. ആ പ്രാർത്ഥന എന്താണ്? പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ സ്വർഗത്തേക്ക് കരങ്ങൾ ഉയർത്തി റൂഹായെ പ്രാർത്ഥനയോടെ ക്ഷണിക്കൂ, സ്വർഗത്തിൽ നിന്നുവിതാ റൂഹാവത്. അതായത് ബലിപീഠത്തിങ്കൽ പ്രവേശിച്ച് ബലിപീഠത്തിൽ നിന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വന്ന് ദിവ്യരഹസ്യങ്ങളെ ആശീർവദിക്കാൻ ഇദ്ദേഹം പോവുകയാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കണം. അവിടെ പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് വരുന്ന അഭിഭാഷണ പ്രാർത്ഥന ഇല്ല. നടക്കാൻ പോകുന്ന കാര്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഈ കാര്യം പ്രധാന കാർമികനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഇനി നേരെ സ്വർഗത്തെ പാവനമാ ബലിപീഠത്തിലെത്തി സ്വർഗത്തിലേക്ക് കാര്യങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കും. അവിടെ നിന്ന് എഴുന്നേറ്റ് വരെ ഈ ദിവ്യരഹസ്യങ്ങളെ വിശദീകരിക്കും. അപ്പൊ അതിന് ആ സംഭവിക്കാൻ പോകുന്ന നടക്കാൻ പോകുന്ന തന്റെ കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ആ ദിവ്യരഹസ്യങ്ങൾ ഓർത്ത് അദ്ദേഹം ഒരു ആത്മീയമായ തയ്യാറെടുപ്പ്
അയോഗ്യതയെ ഏറ്റു പറഞ്ഞുകൊണ്ടുള്ള ഒരു സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഒരുക്ക ശുശ്രൂഷ RSSയുടെ സമയത്ത് ഒരുക്ക ശുശ്രൂഷ RSSയുടെ സമയത്ത് ഒരുക്ക ശുശ്രൂഷ. എന്താണ് ഒരുക്ക ശുശ്രൂഷ? അന്നേരം മധുബായുടെ വിരിയിലും കൺകയുടെ വിരിയിട്ടിട്ട് അവിടെ ഒരുക്കം ശുശ്രൂഷയാണ്. അപ്പോൾ ഈശോയുടെ പീഡാസഹനത്തെയാണ്. ശരീരത്തെ ഒരുക്കുന്നത് അവിടുത്തെ പീഡാസഹനത്തെയാണ്. പിന്നീട് ഓലീസ് ദിവ്യ രഹസ്യ ഗീതത്തിന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ദിവ്യ രഹസ്യ ഗീതത്തിന്റെ സമയത്ത് ഈ ഒരുക്കി ഈ അപ്പവും വീഞ്ഞും രണ്ട് സാഹകളിൽ നിന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് വരുന്നു. എവിടേക്കാണ് വരുന്നത്? വെളിപ്പെടുത്തിലേക്ക് വരുന്നു. അവിടെ കൃഷ്ണ ഈശോയുടെ കാൽവരി മലയിലേക്ക് യാത്ര. അപ്പൊ അത് അനുഷ്ഠിക്കുമ്പോൾ, ആ മഹാരഹസ്യം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ സ്മരിക്കണം. എന്താണ്? ഈശോയുടെ പീഡാസഹനത്തെ അനുസ്മരിക്കണം. ഈശോയുടെ കാൽവരി മലയിലേക്കുള്ള കുരിശ് യാത്രയെ നമ്മൾ അനുസ്മരിക്കണം. അവിടെ കുരിശിൽ ഈശോ മരിച്ചതിനെ എങ്ങനെ ഉത്സാഹതയിൽ അഹോമീനെ കാരണം ചേർത്ത് പിടിക്കുമ്പോൾ ഈശോയുടെ മരണത്തെ നമ്മൾ സ്മരിക്കണം. ആ മരണത്തിലൂടെ നമുക്ക് നേടി തന്ന രക്ഷയോർത്ത് ദൈവത്തെ സ്തുതിക്കണം. അതിനുശേഷം അത് ഈശോയുടെ കല്ലറയുടെ പ്രതീകമായ ബലിപീഠത്തിൽ ശരീര രക്തങ്ങളുടെ പ്രതീകമായ അപ്പവും വെച്ച് കല്ലറ മൂടിയ കല്ലിന്റെ പ്രതീകമായ ശിവശാപാവങ്ങൾ മൂടുമ്പോൾ ഈശോയുടെ മരണത്തെയും സംസ്കാരത്തെയും കാണുമ്പോൾ, അപ്പൊ ഇതൊക്കെ നമ്മൾ ആ കർമ്മങ്ങൾ നടത്തുമ്പോൾ, അനുഷ്ഠിക്കുമ്പോൾ അടയാളങ്ങളുടെ പ്രതികളുടെ സഹായത്തോടെ ദൃഢാനുഭവത്തെയും കാൽവരിയിലേക്കുള്ള യാത്രയും കുരിശു മരണത്തെയും സംസ്കാരത്തെയും നമ്മൾ അടയാളങ്ങളുടെ പ്രതികളുടെ സഹായത്തോടെ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ സ്മരിക്കണം. ദൈവജനം മുഴുവനും ആർമീനും സംസ്ഥാനമാരും എല്ലാം അത് സ്മരിക്കണം, ഓർക്കണം, മനസ്സിലൂടെ കടന്നു വരണം. അതിലൂടെ നമുക്ക് നേടിത്തന്ന വലിയ രക്ഷയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. യോനിസാദാസയുടെ രണ്ടാമത്തെ ഭാഗത്ത് സൈന്യാമരയിൽ മുതൽ ഈ സകല വിശ്വാസികൾ വരെയുള്ളവരെ ഓർക്കുന്നത്. സൈന്യാമരത്തിന് ഓർമ്മ, തോമാസ്ലയുടെ ഓർമ്മ, സാക്ഷിയുടെ ഓർമ്മ, ചെറിയ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മനുഷ്യരെല്ലാവരും നിലനിൽക്കും എന്നുള്ള യോനിസാദാസയുടെ രണ്ടാം ഭാഗമാകുമ്പോൾ ഈശോയുടെ ബലിയാണ് അവരുടെ അനുസ്മരിച്ചത്. ഈശോയുടെ ബലി, ആ ബലിയോട് ചേർത്ത് തങ്ങളുടെ ജീവിത ബലി അർപ്പിച്ച ആ പരിശുദ്ധ കന്യാമറിയമുള്ള ഈ നിമിഷം മരിച്ചുപോയ വിശ്വാസികളിലുള്ള എല്ലാവരും അവരുടെ ജീവിത ബലി അർപ്പിച്ചവരാണ്. ഈശോയുടെ ബലിയോട് ചേർത്ത് അവരെ എല്ലാവരെയും ആ കർത്താവിന്റെ ബലിയോട് ചേർത്ത് അവരുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും. ഇനി നമ്മൾ വിശ്വാസ പ്രമാണമാണ്. ഉദാസന ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉദാസന ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസ പ്രമാണം അവിടെ ഏതൊരു അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് ഈശോ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും വലിയ അത്ഭുതമാകുന്ന വിശുദ്ധ കുർബാനയാകുന്ന മഹാത്ഭുതം നടക്കുന്നതിന് മുമ്പ് നമ്മുടെ വിശ്വാസം ഏറ്റുകളയുകയാണ്. വിശ്വാസ പ്രമാണത്തിലേക്ക്. ഇനിയും നമുക്ക് ഉദാസന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 7:30 തോന്നുന്നു. ചെയ്യുന്ന സമയങ്ങളുടെ അടുത്തോടെ ഓക്കെ. അടുത്തിട്ട് ഉദാസന ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ഇച്ചിരി എലാബറേറ്റ് ആയിപ്പോയി ആദ്യത്തെ ഭാഗം. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞ് നിങ്ങളൊന്ന് മനസ്സിലാക്കി ഇത് പങ്കെടുത്താൽ മതി. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ പ്രാർത്ഥനകളുടെയും കർമ്മങ്ങളുടെയും ഒക്കെ അർത്ഥം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന അർത്ഥം മനസ്സിലാക്കി. ഇവിടെ നമുക്കറിയാം ഗഹന്ത പ്രണാമവൃത്തം, ഗഹന്ത പ്രാർത്ഥന, ഇവിടെ കൂശാപ പ്രാർത്ഥന, അതായത് ആർമിയുടെ രഹസ്യ പ്രാർത്ഥന. നല്ല പ്രാർത്ഥനയാണ്. ഉദാസക്രമത്തിലും ഏതോരുടെയും ഉദാസക്രമത്തിലും ഒക്കെ നല്ല പ്രാർത്ഥന. അത് പുരോഹിതന്റെ അയോഗ്യതയ്ക്ക് പറഞ്ഞുകൊണ്ടുള്ള അവിടുത്തെ പുരോഹിതന്റെ വ്യക്തിപരമായ പ്രാർത്ഥന. കടങ്ങളുടെ പ്രതിക്കും പാപങ്ങൾ പോലെ ഞാൻ അയോഗ്യരാണെന്ന് പറഞ്ഞ അയോഗ്യത തമ്പുരാന്റെ മുമ്പിൽ, തമ്പുരാന്റെ ശരീരിൽ തന്റെ അയോഗ്യത ഏറ്റു പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമുക്കറിയാം ഉദാസ ഭാഗം ഗഹന്ത എന്ന് പറയും. അവിടെ ഈ ഗഹന്ത വൃത്തത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗഹന്താവൃത്തത്തിൽ യാചന പ്രാർത്ഥന, എന്റെ സഹോദരനെ പ്രാർത്ഥിക്കുന്നത് യാചന പ്രാർത്ഥനയുണ്ട്, ഉശാപ പ്രാർത്ഥനയുണ്ട്, കുഞ്ഞിൽ രഹസ്യത്തിൽ ചെല്ലുന്ന കാർമികന്റെ രഹസ്യമായ പ്രാർത്ഥനയുണ്ട്. അപ്പൊ തന്നെ ഗഹന്ത പ്രാർത്ഥനയുണ്ട്. യാചനാഗ്രഹത്തിൽ പിടിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ഗഹന്ത പ്രാർത്ഥനകളുണ്ട്. ഗഹന്താവിന്റെ അന്ത്യത്തിൽ കാലോനാലുണ്ട്. ഉച്ചസ്വരത്തിൽ
തൃത്വസ്തുതികളോട് ചെയ്യുന്ന കാനന പ്രാർത്ഥന, ആ കാനന പ്രാർത്ഥനകളെല്ലാം ഊഷ്മായുണ്ട്. 3 പ്രാവശ്യം ഊഷ്മായ ഓരോ എല്ലാ ഉദാശയും മാമോദീസിലായാലും വിവാഹമായാലും അത് പട്ടമായാലും വിശുദ്ധ കുർബാനയായാലും എല്ലാം 3 ഊഷ്മാണെന്ന് പറയുന്നത്. കാരണം ദിവ്യ രഹസ്യങ്ങളെ 3 പ്രാവശ്യം ഊഷ്മ ചെയ്യുന്നു. അതുപോലെ തന്നെ ദൈവജനത്തെ 3 പ്രാവശ്യം ഊഷ്മ ചെയ്യുന്നു. തന്നെ 3 പ്രാവശ്യം ചെയ്യുവാണ്. അങ്ങനെ അതെല്ലാം ഈ ദിവ്യ രഹസ്യങ്ങളുടെ ഊഷ്മായിരുന്നു ആനോനകളാണ്. അങ്ങനെ ഓക്കെ. ഈ 1ാമത്തെ ഗഹന്താവൃത്തം പൊതുവായിട്ട് ഞാൻ പറയാം. 1ാമത്തെ ഗഹന്താ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ നമ്മുടെ അയോഗ്യതയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ബലി അർപ്പണത്തിന് എന്നെ യോഗ്യനാക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് 1ാമത്തെ ഗഹന്താ പ്രാർത്ഥന. അയോഗ്യതയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ബലിയർപ്പണയോ അവിടെയാണ് സമാധാനങ്ങളോടുകൂടെ സമാധാനം കൈമാറുകയും അയോഗ്യത അനുരചനപ്പെടേണ്ടത്. അയോഗ്യത എന്ന് പറഞ്ഞാൽ അയോഗ്യതയെ യോഗ്യമാക്കി മാറ്റി അനുരചനപ്പെട്ട് കുർബാനയ്ക്കായിട്ട് നമ്മളെ ഒരുക്കണം. 2ാമത്തെ പ്രണാമ ജപം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നതാണ്. പിതാവായ ദൈവത്തെ എന്തിനു വേണ്ടിയാണ് പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നത്? സൃഷ്ടികർമ്മത്തെ മനുഷ്യവംശത്തെ മുഴുവൻ സൃഷ്ടിച്ച് ലോകത്തെ അതിലുള്ള സകലത്തെയും സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കട കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് 2ാമത്തെ ഉദാസ പ്രാർത്ഥനയുള്ളത്. ലോകത്തെ മുഴുവൻ സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് പ്രത്യേകിച്ച് മനുഷ്യവംശത്തോട് സ്നേഹിച്ച പിതാവായ ദൈവം മനുഷ്യവംശത്തോട് കാണിച്ച വലിയ കൃപയെ പിതാവായ ദൈവത്തെ സ്തുതിക്കുക. 1ാമത്തെ ഗഹന്താ പ്രാർത്ഥന കുർബാനയ്ക്കുള്ള ഒരു അയോഗ്യത ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരുക്കമാണെങ്കിലും 2ാമത്തെ ഗഹന്ത എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തെയും പരിപാലനയും മനുഷ്യവംശത്തിന് വേണ്ടി എനിക്ക് വേണ്ടി എന്നെ സൃഷ്ടിക്കുകയും എന്നെ പരിപാലിക്കുകയും എനിക്ക് വേണ്ടി രക്ഷയുടെ വാതിലുകൾ നൽകിയ പിതാവായ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെയാണ് ഈ ഗീതം പരിശുദ്ധനെന്ന ഗീതം സന്ദേശ ഗീതം വരുന്നത്. മാലാഖമാരോട് ചേർന്ന് പരിശുദ്ധൻ 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 എന്ന പിതാവായ ദൈവത്തെ സ്തുതിക്കുന്ന ആ ഗീതം 2ാം ഗഹന്താകരണമാണ്. ഈ 3ാമത്തെ ഗഹന്ത വിശിഖ കേന്ദ്രീകൃതമാണ്. 3ാമത്തെ ഗഹന്ത ആ ഭാഗത്താണ് ഈശോയുടെ രക്ഷാകര സംഭവങ്ങളെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് അവരെ തുടർന്ന് ഈശോയുടെ രക്ഷാകര സംഭവങ്ങൾ അവിടെ നിന്ന് ഈ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്ഥാപന വിവരണങ്ങളൊക്കെ വരുന്നു. ഈശോയിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത്, ആ രക്ഷാകര കർമ്മത്തെ ഓർത്ത്, ഈശോയിലൂടെ സാധ്യമായ രക്ഷാകർമ്മത്തെ ഓർത്ത് നമ്മൾ അവിടുത്തെ ആ രക്ഷയെ നമ്മൾ സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. 4ാമത്തെ പ്രണാമത്തിൽ വന്നിട്ട് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിലൂടെ ഇന്ന് സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, മന്ത്രിമാർ, ഇങ്ങനെ സഭയിലെ അംഗങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ആ സഭയിൽ ഇന്നും വിശുദ്ധീകരണ പ്രക്രിയ ചെയ്തുകൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കുന്ന സ്വത്വരാജ്യത്തിന് അനുരൂപരാക്കി മാറുക. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ വിശുദ്ധിയുടെ മാർഗം ഞങ്ങളെ പഠിപ്പിച്ചത് എല്ലാ മനുഷ്യന്മാരെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ വിശുദ്ധീകരിക്കുന്ന, വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നമ്മൾ നീക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ പവിത്രീകരണ കർമ്മത്തെ ഓർത്ത് പരിശുദ്ധാത്മാവ് അതിന്റെ സമാപനത്തിലാണ് എപ്പിക്ലേസിസ് ഭൂഭാഷണ പ്രാർത്ഥന. കർത്താവേ ഇതിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ഭൂഭാഷണ പ്രാർത്ഥന എന്താണ് സംഭവിക്കുന്നത്? ദിവ്യ രഹസ്യങ്ങൾ തന്നെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളുമെന്ന് അപ്പത്തെയും ഇങ്ങനെയും ഈശോയുടെ ശരീര രക്തങ്ങളാക്കി മാറ്റുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മളെയും എഴുതുന്നത്. നമ്മളിപ്പോൾ ഇന്ന് മുതൽ നമ്മള് 2ാം ഉദാശയാണ് എഴുതിയത്. ഏതോടെ ഉദാശം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായി മാറി ഉദാശയുടെ ഒരു ഇച്ചിരി കൂടെ ഒരു വിശദീകരണമാണ്, വ്യാഖ്യാനമാണ് ഏതോടെ ഉദാശക്രമം എന്ന് പറയുന്നത്. ഏതോടെ ഉദാശക്രമത്തെക്കാൾ ഇച്ചിരി കൂടെ ആഴമായ വ്യാഖ്യാനമാണ് ഡിസ്കോറേഴ്സിന്റെ ഉദാശക്രമത്തിലുള്ളത്. പ്രത്യേകിച്ച് എപ്പിക്ലേസിസ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്നത്തെ എപ്പിക്ലേസിസ് പറയുന്നത് ഈ ശരീര രക്തങ്ങളുടെ മേൽ മാത്രമല്ല, ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരണമെന്നുള്ള പ്രാർത്ഥന ഏതാണ്ട് ഞങ്ങൾക്ക് കടങ്ങൾ പതിക്കുക. അത് അതായി മാറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കടങ്ങൾ പതിക്കും, പാപമോചനത്തിനും മരിച്ചുയരങ്ങളുടെ വിദ്യാസിക്കും സ്വർഗരാജ്യത്തിൽ നവമായ കാലമാണ്. അപ്പൊ ഭൂഭാഷണ പ്രാർത്ഥനയുടെ സമയത്ത് ശരീര രക്തങ്ങളാക്കി ഈ അപ്പത്തെയും നീതിനെയും മാറ്റുന്ന പോലെ എന്റെ ജീവിതത്തെയും ഭൂഹ മാറ്റി. എന്റെ കടങ്ങൾ പതിക്കും, പാപമോചനത്തിനും മരിച്ചുയരങ്ങളുടെ വ്യത്യാസം
ഒരിക്കലും നവമായി കാരണമാക്കി തരുന്ന ഗുഹാദിശയാണ്. അപ്പൊ ആ പരിശുദ്ധാത്മാവിന്റെ ആവാസം നമുക്ക് ലഭിക്കാൻ വേണ്ടി കാരണം അവിടെ ഈശോയുടെ ഉത്ഥാനത്തെയാണ് മനസ്സിലായി ബഹുഭാഷകളാണ്. കാരണം ഈശോയെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ വസ്തു. അപ്പൊ ദൈവാത്മാവാണ്, പരിശുദ്ധാത്മാവാണ്, ഊഹായാണ് ഈശോയെ ഉയർപ്പിച്ചത്. പരിശുദ്ധാത്മാവിന്റെ ആഗമനമൊക്കെ നമുക്ക് അനുസരിക്കാം. പിന്നീടുള്ള വിഭജന ശുശ്രൂഷയാണ്. വിഭജന ശുശ്രൂഷ തീർച്ചയായിട്ടും വീണ്ടും ഒരു ഈശോയുടെ മരണത്തെയും ഈശോയുടെ സംസ്കാരത്തെയും ഈശോയുടെ ഉത്ഥാനത്തെയും വീണ്ടും നമ്മൾ സ്മരിക്കുകയും ശ്രദ്ധിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഈശോയുടെ മരണത്തെ ആ അപ്പം കൈകൊണ്ടെടുത്ത് അത് മുറിക്കുമ്പോൾ ഈശോയുടെ മരണമാണ് അല്ലെ? മുറിച്ച് രക്തവും ശരീരത്തോടൊക്കെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പിന്നീട് ഈ മുറിച്ച് ഈ രണ്ട് ഭാഗങ്ങൾ വീണ്ടും ചേർത്ത് വെച്ച് അച്ഛനെ പ്രാർത്ഥിക്കുന്നത് അല്ലെ? വീണ്ടും ചേർത്ത് വരുന്നത് ഈശോയുടെ ഉത്ഥാനത്തെയാണ്. മുറിച്ച് മാറുമ്പോൾ ഈശോ മരണത്തെ വീണ്ടും ചേർത്ത് വരുമ്പോൾ ഈശോ ഈശോയുടെ വിടാനുഭവത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും ഒക്കെ വീണ്ടും അനുസ്മരിക്കുകയാണ്. ഒരുക്കമാണ്, അനുരഞ്ജന ശുശ്രൂഷയാണ് വരുന്നത്. അതായത് കുർബാന സ്വീകരണത്തിനുള്ള ഒരുക്കമാണ്. പ്രായോഗികമായി അനുരഞ്ജനപ്പെടേണ്ട മേഖലകളെ ഏറ്റുപെടുന്നത്, വിശുദ്ധീകരിക്കപ്പെടേണ്ട പാപമേഖലകളെ ഏറ്റുപെടുന്നത് കർത്താവിന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കുകയും ദൈവത്തോടും മനുഷ്യരോട് നമ്മോട് തന്നെയൊക്കെ അനുരഞ്ജനപ്പെട്ട് വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ വരികയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന കുർബാന സ്വീകരണത്തിന് തൊട്ടുമുമ്പ് പ്രാർത്ഥിക്കുന്നത്. അതായത് അങ്ങിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുക. എന്താണ്? ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിച്ചതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇനി ആ പിതാവുമായിട്ട് മകൻ എന്ന നിലയിലുള്ള ഒരു സ്വാതന്ത്ര്യത്തോടെ ആ കുർബാനയുടെ സ്വീകരണത്തിനായിട്ട് കർത്തൃ പ്രാർത്ഥനയിൽ വരികയാണ്. ഇനി വിശുദ്ധ കുർബാന സ്വീകരണമാണ്. വിശുദ്ധ കുർബാന സ്വീകരണം ഈശോയുടെ രണ്ടാമത്തെ ആഗ്രഹമാണ്. അതായത് ഈ രണ്ട് പ്രദക്ഷിണങ്ങളുടെ സംഗമമാണ് വിശുദ്ധ കുർബാന സ്വീകരണം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രദക്ഷിണം കാർമികനും ശുശ്രൂഷകളാൽ ആരാധനമാരാൽ അനുഗതനായി വിശുദ്ധ കുർബാനയുമായിട്ട് മൃദുഹാരം കണക്കിൽ നിന്ന് കസ്ത്രോമയിലേക്ക് വരുന്ന ദൈവജനം ഹൈക്കലയിൽ നിന്ന് കസ്ത്രോമയിലേക്ക് വന്ന് അവിടെ വെച്ച് വിശുദ്ധ രണ്ട് പ്രദക്ഷിണങ്ങൾ സംഗമിക്കുന്നത് രണ്ടാമതാണ്. ഈശോ സ്വർഗത്തിൽ നിന്ന് രണ്ടാമതായിരുന്നു മനുഷ്യ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഈശ്വരൻ അവരെ നാം കണ്ടുകൊണ്ടിരുന്ന ആ ഈശോയും മനുഷ്യരും ദൈവവും മനുഷ്യരും തമ്മിലുള്ള ആ രണ്ടാം വരവിന്റെയും ഈശോയുടെ രണ്ടാം വരവിൽ ആ ഈശോയും കൂടെ ഒന്നായി ചേർന്ന കുർബാന സ്വീകരണം. ഇനി ആഴ്ചയുടെ കുർബാന സ്വീകരണത്തിന് ശേഷം നന്ദി പ്രാർത്ഥനയുടെ സമൂഹത്തിന്റെ ഒരു നന്ദി പ്രകാശനമുണ്ട്. ശംശാനയുടെ നന്ദി പ്രകാശന പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന, കാർമികന്റെ നന്ദി പ്രകാശന പ്രാർത്ഥനകളുടെ രണ്ട് ശ്വാസങ്ങള്. പിന്നെ ഇവരെല്ലാവരും ഒന്നു ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് കാർമികനും ശുശ്രൂഷകളും ജനങ്ങൾ ഒന്നു ചേർന്ന് ആരാധനമാരും മനുഷ്യർ ഒന്നു ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന സമാപനത്തെ പൂതാമ പ്രാർത്ഥന, മുദ്രവയ്ക്കൽ പ്രാർത്ഥന എന്ന് പറയാം. മധുബഹായുടെ കണ്ണിയുടെ വലതുവശത്തേക്ക് മാറി നിന്ന് അവിടെ നിന്ന് കൈകൾ ഉയർത്തി ആശീർവദിക്കുക. കൈകൾ ഉയർത്തി അവരെ ആശീർവദിച്ചുകൊണ്ടിരിക്കെ അവൻ സ്വർഗത്തിലേക്ക് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഗ്യനായിരുന്ന സ്ത്രീകന്മാരുടെ നടപടി ഈശ്വര സ്വർഗാരോഹണത്തിൽ ഇന്നും സ്വർഗത്തിൽ ദൈവപിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമ്മെ ആശീർവദിക്കുന്ന ആ ഈശ്വരന്റെ ആ ആശീർവാദത്തെയും ഓർത്തുകൊണ്ടാണ് കുർബാന സമാപനാശുപത്രിയിലുള്ള വിടവാനില്ലാതെ കാർമികന്റെ വ്യക്തിഗതമായ നന്ദി പ്രദർശന പ്രാർത്ഥനയാണ് നമുക്കറിയാം. ഞാൻ അവസാന ഭാഗമൊക്കെ ആയപ്പോൾ നമ്മുടെ സമയത്തിന്റെ ഇതുകൊണ്ട് നമ്മൾ ഓടിച്ചുപോയി. എങ്കിലും സ്നേഹങ്ങളെ ഞാൻ ഉദ്ദേശിച്ചത് വിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗത്തിന്റെയും ഓരോ കർമ്മത്തിന്റെയും ഓരോ പ്രാർത്ഥനകളുടെയും അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ ഈ രസങ്ങളെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് വഴിയാണ് നമ്മുടെ ഈ കുർബാനയെ അറിഞ്ഞുകൊള്ളണം. നമ്മളും വലിയ അർപ്പതരാക്കിയത് അങ്ങനെ വലിയ അർപ്പതരായി ചെയ്യുമ്പോഴാണ് ആ വലിയ യോഗ്യതകൾ നമ്മളെ വന്ന് നിറയുന്നത്. കാര്യങ്ങൾ അഗ്നിയിൽ വെച്ച് അഗ്നിയുടെ സ്വഭാവമായി മാറുന്നത് രക്ഷകനായും ശിഖാരെ സ്വഭാവമായി മാറും. ഓരോ വലിയ അർപ്പണത്തിലൂടെയും നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത സെഷൻ
ഞങ്ങളുടെ നമുക്ക് ഇന്ന് വിശുദ്ധ കുർബാനയിലെ നമ്മുടെയൊക്കെയും ആത്മീയ പങ്കാളിത്തത്തെ കുറിച്ച് മനോഹരമായിട്ട് നമ്മുടെ മുമ്പിലെ ക്ലാസ് അവതരിപ്പിച്ചത് മലയാളച്ചനാണ്. ചങ്ങനാശ്ശേരി അതിന്റെ അംഗമാണ്. പ്രഭാതൂര് ചെയ്യുമ്പോൾ ഞാൻ ജൂനിയറായിട്ട് അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന അച്ഛനാണ്. കുർബാനയിലെ ഓരോ ഭാഗവും പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മീയ പങ്കാളിത്തം പ്രധാനമായിരിക്കും കുർബാന അച്ഛനെ ഇവിടെ ഇരിക്കുന്ന അവരുടെ പേരിലും ഓൺലൈൻ കൂടിക്കൊണ്ടിരിക്കുന്നവരുടെ പേരിലും കൂടാതെ നമുക്ക് ചോദ്യോത്തരങ്ങൾക്കുള്ള സമയമാണ്. അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാം. ഓൺലൈനിലുള്ള ചോദിച്ചുകൊണ്ടില്ല. ഞാൻ അതിനനുസരിച്ച് ഉപയോഗിച്ചു. ഒരു സംശയം ചോദിച്ചോട്ടെ? ഞാൻ ഇവിടെ ഭയങ്കര മഴയുണ്ട്, കേൾക്കാവില്ലോ എനിക്കറിയില്ല. അച്ഛന്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. കുർബാനയെ പറ്റി മൊത്തം 7 ഭാഗങ്ങളായിട്ട് അതിന്റെ എല്ലാ ഭാഗങ്ങളും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു തന്നു. ആദ്യ സമയത്ത് വളരെ വിശദമായിട്ട് പറഞ്ഞു. അവസാന സമയക്കുറവുണ്ടായിരിക്കും അച്ഛൻ ചില സ്പീഡിൽ പോയെന്ന് അച്ഛൻ പറഞ്ഞു. ഓക്കെ, ഞാൻ ഒരു സംശയം എൻ്റെ ഇതുള്ളത്, ഈശോ മിശിഹ നേടിത്തന്ന രക്ഷ നമുക്ക് എങ്ങനെ സ്വന്തമാക്കാം എന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ അകത്ത് ആദ്യം പറഞ്ഞത് 4-ാം ഗഹന്തയുടെ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തുള്ള ഈശോ ദൈവത്തെ പെസഹ രഹസ്യങ്ങളുടെ സ്മരിക്കലും സ്തുതിക്കലും അനുഷ്ഠിക്കലിലൂടെ നമുക്ക് രക്ഷ കൈവരിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം അച്ഛൻ അത് വിവരിക്കുകയും ചെയ്തു. എന്നാൽ അതിനകത്ത് ഈ നമ്മുടെ ബെനഡിക്ട് മാർപ്പാപ്പായുടെ സാക്രമെന്റം കാരിത്താസിലെ ആ 3-ാമത്തെ ഘടകം അച്ഛനൊട്ടും സ്ട്രെസ് കൊടുത്തതായിട്ട് ഞാൻ കണ്ടില്ല. അതായത് വിശുദ്ധ കുർബാന ആഘോഷിക്കേണ്ടതിനൊപ്പം ജീവിക്കേണ്ട രഹസ്യമാണ്. ഈശോ പറഞ്ഞത് തന്നെ നമ്മളോട് ആഘോഷിക്കാനല്ല പറഞ്ഞത്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് എന്തോ ചെയ്യാനാണ്, പ്രവൃത്തി ചെയ്യാനാണ്. പ്രവൃത്തിയാകുമ്പോഴാണല്ലോ ചെയ്യാൻ പറയുക. അപ്പം ഈശോ ചെയ്യാനാണ് പറഞ്ഞത്. 2-ാമത്തെ കാര്യം, ഈശോ നമ്മൾ ക്രൈസ്റ്റ് ഈവന്റിലോട്ട് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ഈവന്റിന്റെ ഈശോയുടെ ആ ഡൈനാമിക്സിലേക്ക് നാം പ്രവേശിക്കുക എന്നുള്ളതും കൂടെ അതിന്റെ അന്തർലീനമായിരിക്കുന്നുണ്ട്. അപ്പൊ ആ ജീവിതത്തെ പറ്റി അച്ഛനൊട്ടും സ്ട്രെസ് കൊടുത്തില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അതൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ അച്ഛാ. സാറിന് നല്ലൊരു വിലയിരുത്തലാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ എന്റെ വിഷയം ഈ കുർബാന അർപ്പണത്തിൽ ഉള്ള കുർബാന ആഘോഷത്തിലുള്ള എന്റെ ആത്മീയ പങ്കാളിത്തമാണ് വിഷയം. ഈ കുർബാനയുടെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണല്ലോ ജീവിതം എന്ന് പറയുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കുർബാന അവിടെ വെച്ച് കുർബാന അർപ്പണം 1.5 മണിക്കൂർ കൊണ്ട് ഇരുന്നതല്ല കുർബാന അർപ്പണം. ജീവിതം തന്നെ കുർബാനയായി മാറുകയാണ്. സാറ് പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ ആ വിഷയത്തിലേക്ക് എന്റെ ഒരു വിഷയത്തിന്റെ ഒരു ഓർഡർ എന്നുകൊണ്ട് ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. സാറ് വളരെ കാര്യം തന്നെയാണ് പോകുന്നത്. ബഹുമാനപ്പെട്ട അച്ഛന്റെ ഈ ക്ലാസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴെല്ലാം എമാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്കുണ്ടായിരുന്ന ഒരു ജ്വലനം അനുഭവിക്കാൻ പറ്റി. ഇതുപോലെ വൈദികരോടൊപ്പം ഞങ്ങളും ബലി അർപ്പിക്കാനുള്ള ആ ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഒരു കുഞ്ഞു ഡൗട്ട് ചോദിക്കുന്നു. അവസാനത്തെ വിടവാങ്ങൽ പ്രാർത്ഥനയിലെ അത് വിശദീകരണത്തിന്റെ ബലിപീഠമേന്നുള്ള പ്രാർത്ഥന അച്ഛന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയാന്ന് പറഞ്ഞു. അത് ഞങ്ങൾ സമൂഹവും ചിലപ്പോൾ അതിന്റെ കൂടെ ചെല്ലുന്നുണ്ട്. അത് ഏതാണ് ഞങ്ങള് അനുഷ്ഠിക്കേണ്ടതെന്നൊന്ന് പറയാമോ? ഞങ്ങളത് കൂടെ ചെല്ലണോ, അത് മനസ്സിൽ പറഞ്ഞാൽ മതിയോ? ഓരോരുത്തർക്കും ഓരോ റോളുണ്ട് അല്ലേ? ഉദാഹരണം വാച്ചെടുത്താൽ വാച്ചിൽ മിനിറ്റ് സ്തുതിയുണ്ട്, സെക്രട്ടറി സ്തുതിയുണ്ട്, മണിക്കൂർ സ്തുതിയുണ്ട്. ഓരോന്നിനും അതിന്റെ റോളുണ്ട് അല്ലെ? സെക്രട്ടറി സ്തുതി മണിക്കൂർ സ്തുതി പോലെ ഓടിയാൽ എന്ത് സംരക്ഷണം എന്ന് പറയാം. ഓരോ കാർഗിയുടെ റോളുണ്ട്, സംസ്ഥാനത്തിന് റോളുണ്ട്, സമൂഹത്തിന്റെ റോളുണ്ട്. ഇതിനാണ് ക്രമം അല്ലെ? ക്രമം, ഓർഡർ. അപ്പൊ അതിന് എന്തുകൊണ്ടാണ് ഓർഡർ? നമ്മള് കുർബാന നടത്തിക്കാൻ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഒരു വ്യക്തിപരമായ പ്രാർത്ഥന, സമൂഹം ഒന്നിച്ച് വരുമ്പോൾ അതിനൊരു ഓർഡർ വേണം. അല്ലെങ്കിൽ അതുകൊണ്ട് അത് സഭ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതൊന്നും അതായി മാറി ക്രമത്തിനുള്ള പ്രാർത്ഥനയല്ല.
മറ്റൊരു സഭയുടെ സഭയുടെ ഒരു പ്രാർത്ഥന നമ്മൾ എടുക്കുക. സത്യത്തിൽ ഇത് കാർമികൻ ഒറിജിനൽ ആ സഭയുടെ ക്രമത്തിൽ കാർമികൻ പോയി ദിവസങ്ങളൊക്കെ മാറി തിരിച്ചു വന്ന ഒരു വ്യക്തി വന്നത് ചില പ്രാർത്ഥനയാണ്, കാർമികന്റെ ഇടപാട് പ്രാർത്ഥനയാണ്. എന്ന് വെച്ചാൽ പണ്ടൊക്കെ ഒരു കാർമികന് കുർബാന അർപ്പിക്കാനായിട്ട് പലപ്പോഴും ഉണ്ട് അവസരം പ്രാർത്ഥന. ഞായറാഴ്ചകളിൽ മാത്രമേ അന്ന് കുർബാന ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് പ്രാർത്ഥന, ഈ പ്രാർത്ഥന മാത്രമല്ല, കാർമികൻ ചെല്ലേണ്ട പ്രാർത്ഥനകൾ കാർമികൻ ചെല്ലുക. ശംശാനന്മാരെ ശബ്ദം ഉയർത്തി പാടുന്ന അല്ലെങ്കിൽ പ്രകീർത്തനത്തിലെ അത് സമൂഹം ചെല്ലേണ്ട പ്രാർത്ഥനകൾ സമൂഹം ചെല്ലുക എന്നുള്ളത് ഓർഡർ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. സമാപനത്തിലെ ഈ ശരിയായ തീർച്ചയായിട്ടും കാർമികനെ മാത്രം പ്രാർത്ഥനയാണ്. സഹകാർമികരുണ്ടെങ്കിൽ സഹകാർമികന്റെ അല്ല യാത്ര പറയുന്ന വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. താങ്ക് യു അച്ഛാ. ക്ലിയർ ആണ് അച്ഛാ. ക്ഷമിക്കണം, അവസാന ഭാഗത്ത് ഞാൻ ഓടിപ്പോകേണ്ടി വന്നു. ആദ്യത്തെ ഭാഗം വളരെ എലാബറേറ്റ് ആയിട്ട് ഞാൻ സംസാരിച്ചു. അവസാന ഭാഗത്ത് ഓടിപ്പോയി വന്നെങ്കിലും നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങൾ വായിക്കണം. അതായത് കുർബാനയുടെ വ്യാഖ്യാതാക്കളുണ്ട്, കമന്റേറ്റേഴ്സ് ഉണ്ട്. അവരുടെ പുസ്തകങ്ങളാണ് കുറേയേറെ മലയാളത്തിൽ ലഭ്യമാണ്, നല്ല ശതമാനം ഇംഗ്ലീഷ് ലഭ്യമാണ്. ഗബ്രിയേൽ ദത്രായ, പിന്നെ ജോബ് മുതലായ വിശുദ്ധ കുർബാനയുടെ വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാനങ്ങളുണ്ട്. അത് ഓരോ ഭാഗത്തിലെടുക്കാൻ വിശദീകരിക്കാൻ പോയ ഉദാഹരണമായി ചെറിയ ഉദാഹരണം. അതായത് വിശുദ്ധ കുർബാന മധ്യേ സുവിശേഷം വായിച്ചിട്ട് സുവിശേഷം അടച്ച് സുവിശേഷത്തെ ചുംബിക്കുന്നു. സുവിശേഷത്തെ ചുംബിച്ചതിന് ശേഷം ആ സുവിശേഷം എന്താണ് കാർമികൻ ചെയ്യുന്നത്? ശംശാന ഏൽപ്പില്ല. അതാണ് ചെയ്യേണ്ട കർമ്മം, ശംശാന ഏൽപ്പില്ല എന്ന് വെച്ചാൽ അതിനെക്കൊണ്ട് വ്യാഖ്യാതാക്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം ഈശോ പീഡകരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടതിനെയാണ് അത് അനുസ്മരിക്കുന്നത്. സുവിശേഷം പ്രസംഗിച്ച ഈശോ പിന്നീട് പീഡകരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടത്. അപ്പൊ അതും ശംശാന മേടിച്ചിട്ടാണ് ആ വേമയിൽ വെക്കുന്നത്. പീഡകരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടതിനെയാണ് നമ്മൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് പ്രസംഗം അല്ലെ, പ്രസംഗിക്കുന്നത് പ്രധാന കാരണം പ്രസംഗിക്കാൻ തന്നെ സഹകാർമികർ തന്നെയായിരുന്നു. അവര് പോയി സഹകാർമികരെല്ലാം ശേഖന്മാരുടെ പ്രതിയാണ്. ഈശോ പീഡകരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ മറ്റ് ശിഷ്യന്മാർ ഓടി ഒളിച്ചെടുക്കുകയാണ് അതനുസരിക്കുന്നത് പോയിരിക്കാതെ. എന്ന് വെച്ചാൽ വളരെ നിസാരമെന്ന് നമ്മൾ തോന്നുന്ന കാര്യങ്ങൾ പോലും സഭാപിതാക്കന്മാർ സുവിശേഷം അധിഷ്ഠിതമായ വ്യാഖ്യാനം ഓരോ ചെറിയ കാര്യത്തിൽ പോലും സുഖപാലിക്കും. ഇത്രയും സമയം കൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ പറയാതെ ജനറലായിട്ട് പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നിങ്ങൾ സ്വന്തമാക്കി നിങ്ങൾക്ക് വായിച്ചാൽ ഇച്ചിരി കൂടെ ആ സമയത്ത് ആ ദിവ്യ രഹസ്യങ്ങളിൽ രക്ഷാകര സംഭവങ്ങളിൽ മുഴുവൻ സമയം ഉച്ചേർന്നുകൊണ്ട് യഥാർത്ഥ വ്യാഖ്യാതായി മാറ്റാൻ ശ്രമിക്കും. ഓക്കെ, ഇടപെട്ടെന്ന് സംശയം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പോകുന്നതിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തുകയും ചെയ്യാം കേട്ടോ. അച്ഛാ ഒരു സംശയം. യെസ്, അച്ഛാ കേൾക്കാമോ? കേൾക്കാം ചോദിച്ചു. ഓഡിയോ ഓൺ ചെയ്തത് അച്ഛാ, നമ്മള് രാസ കുർബാനയിലെ ഒരു കർമ്മക്രമത്തെ കുറിച്ചുള്ള ഒരു സംശയമാണേ. സാഷ്ടാംഗ പ്രണാമം ആ കർമ്മമല്ലേ അച്ഛാ? അപ്പൊ അതിന് നമ്മള് തേമയില് ഒരു വിരി വിരിക്കുന്നുണ്ടല്ലോ. അച്ഛൻ വിരി വിരിച്ച് പ്രധാന കാർമ്മികനെ തെരഞ്ഞെടുക്കുന്ന സമയമാണെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ ആ വിരി എന്തിന് പ്രതീകമാണ്? അതുപോലെ അതിനെ ശംശാനമാര് അടുത്തേക്ക് വരുന്നുണ്ടല്ലോ, ഓരോ ഇത് ചുടുമ്പോഴും അടുത്തേക്ക് വരും. അത് എന്തിനുള്ള പ്രതീകമാണ്? ചോദ്യം വന്നത് സാഷ്ടാംഗ പ്രണാമത്തെ കുറിച്ചാണ്. അത് സത്യത്തിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിയിലല്ല, ട്രഡീഷണൽ ആയിട്ടുള്ള കുർബാന നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിയിലല്ല. ഇത് നമ്മുടെ സത്യത്തിൽ നമ്മുടെ ബേമ എന്ന് പറയുന്ന സ്ഥലമാണ്. ഹൈക്കലയുടെ കൃത്യമധ്യത്തിലാണ് ബേമ വേണ്ടത്. അവിടെയാണ് ആ ഗാകുൽക്കാവുന്ന ടേബിൾ ഉണ്ടാകേണ്ടത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഒന്നെങ്കിൽ ഹൈക്കലയുടെ ഏറ്റവും മുൻപിലോ അല്ലെങ്കിൽ കെസ്ട്രോമയിലോ ആണ് ഇപ്പോൾ നമ്മൾ ബേമ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കർമ്മ ആക്ച്വലി നടക്കുന്നത് ബേമയിലാണ്. അതായത് ബേമയിലെ പീഠമാണ് ഗാകുൽക്ക. അവിടെയാണ് ആ ബേമയുടെ ആ പ്ലാറ്റ്ഫോമിൽ ആ ഗാകുൽക്കയാകുന്ന പീഠത്തിലാണ് അവിടെയാണ് 3 പ്രാവശ്യം ചുറ്റി സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നത്. അവിടെ ചുറ്റി സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഇങ്ങനെ 4 വശങ്ങളിലും 3 പ്രാവശ്യം ഇത് ചുംബിച്ചത് പോലെ. അപ്പൊ അങ്ങനെ ഇപ്പം ഹൈക്കലയുടെ മധ്യത്തിൽ ബേമ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ ആ ബേമ അവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോ അവിടെ കൊണ്ടുപോയി ശോശപ്പ പോലെ ഒരു തുണി വിരിച്ച് അവിടെ ആ ശോശപ്പായിൽ ശ്രീവാങ്ങിൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സാഷ്ടാംഗ പ്രണാമം നടത്തുന്നില്ല. ശരി, ഇത് ബേമയെ നടത്തിയിട്ട് എഴുന്നേറ്റ് നിന്ന് ജനങ്ങളെ ഓരോ സൈഡിലെയും ജനങ്ങളെ നമ്മള് ശോശപ്പയിലേക്ക് കൊണ്ടുപോകും. ഇനി അവിടെ കാർമേൽ മുട്ടുകുത്തി അപ്പോൾ പാട്ട് പാടുന്നതല്ലാതെ സ്വർഗത്തേക്ക് കരങ്ങൾ ഉയർത്തി ഊഹായെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. അതിനി വരാൻ പോകുന്ന സംഭവത്തെ അവിടെ പാട്ടുരൂപത്തിൽ അവതരിപ്പിക്കുക. തുടങ്ങാനാണ് പാവനമാ ബലിപീഠേ വന്നെത്തി വൈദികൻ. അതായത് ഈ വൈദികൻ ഇനി പാവനമാകുന്ന ബലിപീഠത്തേക്ക് വന്നെത്താൻ പോവുകയാണ്. അവിടെ ചെന്നിട്ട് മധുബായി പ്രവേശിച്ച് അവിടെ ചെന്നിട്ട് സ്വർഗത്തിലേക്ക് അരങ്ങുയർത്തും. അവിടെ പരിശുദ്ധാത്മാവ് വന്ന് അപ്പത്തെയും വീതിയും പൗത്രീകരിക്കും എന്ന കർമ്മം ഈ വൈദികൻ ചെയ്യാൻ പോവാണ്. ഈ മഹത്മാവിന് കർമ്മമാണ് നീ ചെയ്യാൻ പോകുന്നത് എന്ന് പറയാണ്. അത് അനാഫറയിൽ ചെയ്യാൻ പോകുന്ന കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ആ മഹത്തായ കാര്യത്തിൽ ഓർത്ത് തനിക്ക് അത് ചെയ്യാൻ തീർത്തും അയോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അയോഗ്യത ഏറ്റു പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇനി അവിടെ എന്തുകൊണ്ടാണ് ശുശ്രൂഷ ഇങ്ങനെ വരുന്നത്? ശുശ്രൂഷയുടെ പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് ഞങ്ങളോട് കൂടെ വസിക്കണമേ എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. ശിഷ്യന്മാരോട് അരുൾ ചെയ്ത പോലെ ഞങ്ങളുടെ കൂടെ വസിക്കുക എന്ന് വെച്ചാൽ ഈ ബേമ വിട്ട്, ഹൈക്കലയുടെ മധ്യത്തിലുള്ള ബേമ വിട്ട് ഈ പ്രധാന കാർമ്മികൻ പോവുകയാണ്. ഇങ്ങോട്ട് പോവുകയാണ്, സ്വർഗത്തിലേക്ക് പോവുകയാണ്, മധുബായിലേക്ക് പോവുകയാണ്. അവിടെയാണ് ശുശ്രൂഷി സ്നേഹന്മാര് പറയുന്നത്, നീ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ കരഞ്ഞുകൂടാ. അപ്പൊ അവിടെയാണ് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകിയ ശിഷ്യന്മാർ പറയുന്നത് ഈ കാർമ്മികൻ ഈ ബേമ വിട്ട് ജനങ്ങളോടൊക്കെ ചാറ്റാൻ പറഞ്ഞ് മധുബായിലേക്ക് പിടിച്ചെടുപ്പിക്കാൻ പോവുകയാണ്. ആ സന്ദർഭത്തിൽ ഈ ശിഷ്യന്മാരുടെ മനോഭാവം ഈ സ്വർഗത്തിലേക്ക് ഞാൻ പോകുന്നതാണ് നല്ലത്, നിങ്ങൾക്ക് പോയി സ്ഥലം ഒരുക്കിയ കഴിയുന്നവർ നിങ്ങളുടെ മുഖം എന്താണ് അസ്വസ്ഥമായിരിക്കുന്നത് ഈശോ വിളിക്കുന്നത്. അവിടെയാണ് ഈ ശിഷ്യന്മാരെ പറഞ്ഞത് ഞങ്ങളുടെ വസിക്കണം. ഈശോ ആ ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ എവിടെയോ വ്യാഖ്യാനിക സഭാകാരങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. അവിടെയാണ് ഈ ശുശ്രൂഷകൾ പറയുക ഞങ്ങളുടെ വസിക്കണം, ശിഷ്യന്മാരുടെ വസിച്ചതുപോലെ ഞങ്ങളുടെ വസിക്കണം. ഇപ്പൊ നമ്മളോട് വസിക്കുന്നതിനെ കുർബാനകളാണ് നമ്മുടെ കൂടെ വസിക്കുന്നത്. ഉത്തരവായോ? പേരായി. അപ്പൊ ശോശപ്പ കർത്താവിന്റെ കബറിടത്തെ തന്നെയാണോ സൂചിപ്പിക്കുന്നത്? വിരിക്കുന്ന വിരി
അതായത് നമുക്ക് വേഗം ഇല്ലാത്തതുകൊണ്ടും പകരം നമ്മൾ ഇട്ടേക്കുന്ന ആശ്വാസം വേഗം സൂചിപ്പിക്കാനായിട്ട് ഓക്കെ സാർ. അതേമാതിരി നമ്മുടെ ദിവ്യരഹസ്യ ഗീതത്തില് കാസയും പീലാസയും മുകളിലേക്ക് ഉയർത്തിയിട്ട് 3 പ്രാവശ്യം മുട്ടുന്നുണ്ടല്ലോ, അതിന്റെ ഒരു ഇതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. 3 പ്രാവശ്യം കാസയും പീലാസയൊക്കെ പുരുഷാങ്കത്തിന് മുകളിലേക്ക് ഉയർത്തിയിട്ട് 3 പ്രാവശ്യം മുട്ടുന്നുണ്ട്. സുറിയാനി ക്രമത്തില് ആ പ്രാർത്ഥനയിൽ 3 പ്രാവശ്യം മുട്ടുമ്പോൾ ഒരു വാക്ക് തന്നെ 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. അങ്ങയുടെ കൽപ്പന അനുസരിച്ച് മുട്ടുന്നു, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് 2 മുട്ടുന്നു, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് 3 മുട്ടുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ആ വാക്ക് ആവർത്തിക്കണം. ഇപ്പൊ നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ ആവർത്തന കളഞ്ഞ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് ഒരു കൽപ്പന അനുസരിച്ച് മുട്ടും ഒരു സൗണ്ട് വരും അല്ലെ, സൗണ്ട് വരും. ഇതിന്റെ കൽപ്പന ഇവിടെ ഒരു പ്രാധാന്യത്തെ സൂചിപ്പിക്കാൻ പറ്റും. ഒരു രാജാക്കന്മാർ ഒരു കൽപ്പന പുറപ്പെടുകയും ആ കൽപ്പന ജയങ്ങളെ വായിക്കാൻ എന്താണ് ചെയ്യുന്നത്? പെരുമ്പുറ മുഴക്കം ഒഴുക്കിയാണ്. ആ മുഴക്കത്തിൽ സമാപനത്തിലാണ് ഈ കൽപ്പന പറയുന്നത്. ഇതുപോലെയാണ് നിങ്ങളുടെ കൽപ്പന അനുസരിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. കൽപ്പന അനുസരിച്ച് കൽപ്പനയുടെ പ്രാധാന്യം ശ്രേഷ്ഠമായ കൽപ്പന അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് യോജിപ്പിക്കാൻ വേണ്ടിയാണ്. താങ്ക് യു സർ. തീർച്ചയായും ക്ലിയർ ആയി. താങ്ക് യു സർ. ചോദ്യം? അപ്പൊ ഒത്തിരി നന്ദി, എല്ലാവർക്കും പുതിയ നന്ദി. സംശയങ്ങളൊന്നുമില്ല, ലക്ഷ്യങ്ങൾ കൊണ്ടുവന്നതാണ്. നിങ്ങളുടെ വലിയ പങ്കാളിത്തത്തിന് ഓഫ്ലൈനിലും ഓൺലൈനിലും കൂടുന്ന എല്ലാവരുടെയും നല്ല സജീവമായ പങ്കാളിത്തത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. സംഭാവനയിലും സജീവമായി പങ്കെടുക്കുവാനും ധാരാളം കിട്ടാനും കഴിയട്ടെ. രാജകുമാരോടും എല്ലാവരോടും പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി വെള്ളിയാഴ്ച നന്ദി അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അതുപോലെ തന്നെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസ് സംഘടിപ്പിക്കുന്നതിന് മുമ്പ് നമ്മള് 29-ാം തീയതി അവസാനത്തെ ക്ലാസ് നേരത്തെ അറിയിച്ചിരുന്ന പ്ലാൻ അനുസരിച്ച് പറഞ്ഞിരുന്നു. അതിനുശേഷം 30-ാം തീയതി നമ്മുടെ ഒരു ക്ലോസിംഗ് സെറമണിയായിട്ട് തയ്യാറായി വെച്ച് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ ക്ലോസ് ചെയ്യുന്ന തയ്യാറായി വെച്ച് നടത്തുന്നുണ്ട്. അതിനകത്ത് വന്നിട്ടുള്ള ചർച്ചകൾ ഗ്രൂപ്പിലെ നടക്കുകയുണ്ടായി. കുറേയധികം ആളുകൾ അതിൽ പങ്കെടുക്കാനായിട്ടുള്ള അറിയിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 30-ാം തീയതി തിങ്കളാഴ്ചയാണ്. അന്ന് രാവിലെ 9 മണിക്ക് പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയോടുകൂടി അന്നത്തെ ദിവസം നമുക്ക് ആരംഭിച്ച് അതിനിടയിൽ സമയത്ത് സ്ത്രീയായ കുർബാന ചൊല്ലുന്നുണ്ട്. അതിന്റെ പങ്കാളിത്തമാകാം. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണവും വൈകുന്നേരം ഒക്കെ ഉണ്ടാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ അടുത്ത ദിവസം ആയിട്ടുള്ള 70-ഓളം ആളുകളുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം അറിയിപ്പുകൾ നൽകുമ്പോൾ അറിയിക്കുന്നതനുസരിച്ച് എണ്ണം എടുക്കാനായിട്ട് ഉണ്ട്. അതുകൊണ്ട് എണ്ണം ഒക്കെ അറിയിക്കേണ്ടതായിരുന്നു. അത് മെസ്സേജ് വളരെ എല്ലാവർക്കും അറിയിക്കണം. കൂടി എല്ലാവർക്കും അറിയിച്ചത് നാമപൂരിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ Thank you, Joe. Thank you. ഈ അച്ഛൻ പറയുന്ന ഒട്ടും ക്ലിയർ അല്ല.
അപ്പൊ അതെല്ലാം വെച്ചിട്ടില്ല. മൈക്കിന്റെ ഉണ്ട്. ജയശം ശേഖരി